കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the unique name of Lord and Savior Jesus Christ be glorified. നമ്മുടെ കൺവെൻഷന്റെ രണ്ടാം രാത്രി യോഗത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കണം. First of all, I praise the Lord, for the Lord has brought us unto the second evening of the convention of this time. ശാന്തമായ അന്തരീക്ഷത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കും ദയയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. For the marvelous mercy and kindness with which the Lord has brought us to His presence in a tranquilizing atmosphere, for the same purpose, once again I thank God. ഇതുവരെയും കർത്താവിന്റെ സന്നിധിയിൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Hitherto, we have been experiencing the wonderful presence of the marvelous God in umpteen ways. ആണിപ്പാടുള്ള നമ്മുടെ കർത്താവിന്റെ കരം നീട്ടി ആശ്വസിപ്പിക്കുന്ന മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തിൽ സന്തോഷിപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചു. For the Lord has helped us not to sing and rejoice in the Lord. The song theming that the Lord has stretched out His nail-scarred golden hand and He is comforting us. വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളിൽ നിന്നും സത്യദൈവത്തിങ്കിലേക്കും സത്യമാർഗത്തിലേക്കും കരം പിടിച്ച് നടത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കർത്താവ് നമുക്ക് തന്നു. For the Lord has given us a blessed testimony which will highlight the marvelous ways in which God has delivered Him from the vain conversation and traditions of the world. തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് തിരുവിടത്തിലൂടെ സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. In furtherance, let's keep ourselves in the presence of God in the spirit of prayer, whereby God may deal with us through the word of God. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരികെ കൊണ്ടുപോകാം. Once again, let us focus our attention onto the portion of scripture that we read last night for meditation. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. Let's read the book of Genesis, read chapter 49, verse 21. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. Naphtali is the hind let loose. അവൻ ലാവണ്യ വാക്കുകളെ സംസാരിക്കുന്നു. He gives goodly words. ഗോത്രപിതാവായ യാക്കോബ് തന്റെ വാർദ്ധക്യത്തിൽ തന്റെ 6ാമത്തെ മകനായ നഫ്താലിയെ അനുഗ്രഹിക്കുന്ന ഒരു വേദവാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. Jacob the patriarch during the old days, he was summoning all his sons, and the statement is made while he made the blessing of his 6th son Naphtali. നഫ്താലി എന്ന പേരിന്റെ അർത്ഥം പോർ പൊരുതുക എന്നുള്ളതാണ്. The meaning of the term Naphtali is waging the battle. റാഹേലിന്റെ ദാസിയായ ബിൽഹയാകുന്നു അവന്റെ അമ്മ എന്ന് പറയുന്നത്. His mother's name is Bilhah, who was a maid servant to Rachel. ദാസിയിൽ നിന്നാണ് അവൻ ജനിച്ചതെങ്കിലും സ്വതന്ത്രനായി നടക്കുന്നുവെന്നാണ് അവനെക്കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. Although he was born of a maid, the word of God says that he is walking freely. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ എന്ന് വായിക്കുന്നു. In the book of Judges, chapter 5, verse 18, concerning this Naphtali, we read that he is on the high places of battlefield. പോർക്കളങ്ങളിൽ പോരാടി നഫ്താലി സ്വാതന്ത്ര്യത്തെ പ്രാപിച്ച് നിലനിർത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. Thus we come to notice this Naphtali waged the battle in the high places and he preserved his own liberty. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യവും കൊടുക്കുവാൻ വേണ്ടിയാണ്. Lord Jesus Christ made his advent to the world in order to command deliverance to the bound and freedom to the captives. എങ്കിലും ലോകത്തിൽ നിന്ന് ശതകോടിക്കണക്കിന് മനുഷ്യർ പലവിധമായ അടിമത്തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. But still, millions of people in the world are enslaved to different aspects, which also we discussed last night. മനുഷ്യനെ ആത്മീകമായി അടിമപ്പെടുത്തുന്ന 5 വിഷയങ്ങളെ കുറിച്ച് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു. Last night we could analyze 5 things which primarily enslave man. ഒന്നാമത് മനുഷ്യനെ അടിമപ്പെടുത്തുന്നത് പാപത്തിന്റെ ശക്തിയാകുന്നുവെന്ന് തിരുവെഴുത്തിലൂടെ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. Through the word of God last night we could meditate on the theme, the first thing that enslaves man is the power of sin. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് മനുഷ്യനെ അടിമപ്പെടുത്തുന്ന മരണഭയത്തിന്റെ ശക്തിയെക്കുറിച്ചായിരുന്നു. Secondly, we thought about the grip of the fear of death that's also enslaving man. ലോകത്തിൽ അനേക മനുഷ്യർ പാപത്തിനും മരണഭയത്തിനും അടിമകളായി ജീവിക്കുന്നു. In the present world, many people lead the life being slaves to the fear of death and sin. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് പാപത്തിന്റെയും മരണഭയത്തിന്റെയും
അടിമത്തത്തിൽ നിന്നും മാനവജാതിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. Our Lord Jesus Christ made his advent to the world in order to deliver mankind from sin and the clutches of fear of death and to give him redemption. മനുഷ്യനെ ആത്മീകമായി അടിമപ്പെടുത്തുന്ന മറ്റ് 3 വിഷയങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. Tonight, I would like to draw your attention onto the other 3 things which do enslave man. മൂന്നാമത് മനുഷ്യനെ അടിമപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വിഷയം സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുന്നു. It is a third aspect that enslaves man is, this man is worshipping gods which are not really gods. നാലാമത് മനുഷ്യനെ അടിമപ്പെടുത്തിയിരിക്കുന്നത് അജ്ഞതയാകുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിക്കുകയുണ്ടായി. Also last night I reminded it is a fourth aspect that enslaves man is his ignorance. അഞ്ചാമതായി നിത്യനാശത്തിന് അടിമപ്പെട്ട അനേക മനുഷ്യരെയും ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Fifthly, in the present world we come across millions of people who are enslaved to the spirit of eternal damnation. ഗലാത്യലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to Galatians chapter 4 verse number 8, സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന മാനവജാതിയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. there we come across a reference to mankind that is enslaved to plenty of things which are not really gods. ഗലാത്യലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്ന എത്രയോ കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. In the present world we notice millions of people who are worshipping unto gods which are not really naturally gods. ഒരു ഭാഗത്ത് ആൾ ദൈവങ്ങൾ മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യൻ ദൈവത്തെ തേടി അലയുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. Further, the present world we notice a picture in which on the one side man is worshipping human gods, on the counter side man is going in search of true God. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസിന്റെ ചരിത്ര പ്രസിദ്ധമായ അഥേന പ്രസംഗത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. Coming back, suppose chapter 17 verse number 27, we come across the celebrated message of Saint Paul. ക്ഷേത്രനഗരിയായ അഥേനയിൽ വിശുദ്ധ പൗലോസ് നടത്തുന്ന പ്രസംഗത്തിൽ മാനവഹൃദയങ്ങളെ ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. Athens, that is a city of the temples, in which he is make a tall message that is a thought provoking. അതിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, particularly when we come to verse number 27, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുവാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മാനവജാതിയെ മുഴുവനും ഉളവാക്കി. in order to inhabit it throughout the whole earth, God created man from one man. അവന്റെ പ്രവാസത്തിന് അതിരുകളും കാലങ്ങളും ദൈവം ലോകത്തിൽ നിശ്ചയിച്ചു. For his habitation, God himself appointed limit and time. എന്നാൽ മനുഷ്യൻ ഇത് തിരിച്ചറിയാതെ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുവാൻ അവൻ അന്വേഷിച്ച് പുറപ്പെടുന്നതായി അവിടെ കാണുന്നു. However, man fails to comprehend this and he makes an attempt to seek God by feeling. എന്നാൽ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ആർക്കും അകന്നിരിക്കുന്നവൻ അല്ല താനും. In the ensuing verse we understand God is not afar off to anyone. ദൈവം മനുഷ്യനോട് ഏറ്റവും അടുത്തിരിക്കുന്നവനാണ്. God is drawn closer to man. പക്ഷെ അടുത്തിരിക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയാതെ അനേകരും ദൈവത്തെ തപ്പി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാകുന്നു ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. Today we are meant in life in a dispensation in which man is not able to find out this a true God, and therefore he is making every attempt to feel and find him out. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ആരാണ് സത്യദൈവം എന്ന് പറയുന്നത്? Meanwhile a question might come to your conscience, who is this true God? 17-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Chapter 17 verses 24 and 25, സത്യദൈവത്തിന്റെ 4 യോഗ്യതകളെ കുറിച്ച് വിശുദ്ധ പൗലോസ് അവിടെ പരാമർശിക്കുന്നു. Saint Paul highlights 4 important characteristics of the true God. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവവും ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനാണെന്ന് വായിക്കുന്നു. First we read, it is a God who made the world and all the things therein. രണ്ടാമത് അവൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകുന്നു എന്ന് വായിക്കുന്നു. Secondly, he is the Lord of heaven and the earth. 3 അവർ സകലർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകുന്നു എന്ന് വായിക്കുന്നു. Thirdly, he is one who gives breath and life to all things. 4 മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യമില്ലാത്തവനാകുന്നു എന്നും അവിടെ വായിക്കുന്നു. Fourth, it is written, and neither is worshipped with man's hands. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിച്ചു. Acts Apostle chapter 17, let's read verses 24 and 25. ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയാൻ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ആകയാൽ ദൈവം ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനാകുന്നുവെന്ന് പ്രാരംഭമായി അവിടെ കാണുന്നു. Introductorily it is noticed
God created the heaven, the earth and all the things therein. അവർ സ്വർഗത്തിന് ഭൂമിക്കും നാഥനാകുന്നു എന്ന് പറയുമ്പോൾ അവർ സ്വർഗത്തിന് ഭൂമിക്കും കർത്താവാകുന്നു എന്നിവിടെ വായിക്കുന്നു. As it is mentioned, he is the God of the heaven and earth. Again it is reiterated, he is the Lord of everything. സകലർക്കും ജീവനും ശ്വാസവും അവൻ ആവശ്യമുള്ളതൊക്കെയും അവൻ കൊടുക്കുന്നവനാകുന്നു എന്നവിടെ വായിക്കുന്നു. He is the one who is supplying life, breath and all the required things to all. ആകയാൽ ദൈവം സൃഷ്ടാവാണ്, God is the creator. ദൈവം ജീവദാതാവാണ്, God is the Lord of life. ദൈവം സർവശക്തനാണ്, God is omnipotent. ദൈവം സർവവ്യാപിയാണ്, God is omnipresent. ദൈവം സർവജ്ഞാനിയാണ്, God is omniscient. ദൈവം പരിശുദ്ധനാണ്, God is holy. ദൈവം നിത്യനാകുന്നു. God is everlasting. ഇതാകുന്നു ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. These are all the characteristics of God. എന്നാൽ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? In the present world, what is man doing today? ഈ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഇല്ലാത്തവയെ ദൈവമെന്ന് സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. Imagining things which do not have the real characteristics of God, this man worships them. റോമാലേഖനം 1-23 നമ്മൾ വരുമ്പോൾ Coming to the epistle of Romans, chapter 1, verse number 23. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. Thus we come to read. അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യന്റെ രൂപമാക്കി തീർച്ചു. They changed the glory of the uncorruptible God in an image made into corruptible man. അക്ഷയനായ ദൈവത്തിന്റെ സ്ഥാനത്ത് ക്ഷയമുള്ള മനുഷ്യന്റെ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ തുടങ്ങുന്നു. In the place of the incorruptible God, these people make images and idols, and they install the same and worship them. ഇതിനേറെ പറയുന്ന ക്രിസ്തീയ ഗോളവും ഇന്ന് ഈ നിലവാരത്തിൽ വിഗ്രഹാരാധനയുടെ അടിമത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Sad to say, in the present world, even Christian denominations are plunged into idol worship. ലോകത്തിന്റെ ഓരോ മേഖലകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും അവിടെയൊക്കെ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. When you focus attention on the different spheres of life, we notice everywhere gods are made. ക്രിക്കറ്റ് ലോകത്ത് ക്രിക്കറ്റ് ദൈവങ്ങളുണ്ട്. In the cricket world, there's a god of cricket. ഫുട്ബോൾ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. People keep on worshipping football gods. സിനിമാ താരങ്ങളെ ദൈവങ്ങളാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. Many idols are worshipped as gods. അവർക്ക് വേണ്ടി വിവിധങ്ങളാകുന്ന ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. For them, different kinds of temples are also being built. ഈ നിലവാരത്തിൽ മനുഷ്യന്റെ ആരാധന വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പിശാച് മനുഷ്യനെ അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. In such a fashion, as the human worship is going to different ways, thereby the devil is enslaving man. ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന പിശാച് മറ്റ് പലരിലേക്കും തിരിച്ചുവിട്ട് മനുഷ്യനെ മറ്റ് പലതിനും അടിമകളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. The worship that is really due to God, the devil is now diverting, channelizing strange gods, and man is made to worship gods which are not really gods. അപ്പോൾ തന്നെ മനുഷ്യൻ നശ്വരമായ പലതിനും അടിമകളായി ജീവിക്കുന്നത് കാണുവാൻ സാധിക്കും. Meanwhile, man is enslaved to different things which are destructible. ഫിലിപ്പിലേഖനം 3-19 വരുമ്പോൾ Philippians chapter 3, verse number 19. ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. We read about a group of people who are enemies to the cross. അടുത്തതായി പറയുന്നത് അവരുടെ ദൈവം വയറ് എന്ന് പറയുന്നു. Further it is mentioned, their God is their belly. അവരുടെ ദൈവം വയറ് എന്ന് പറയുന്നു. Their God is their belly. എന്നുവെച്ചാൽ ഭോജനപ്രിയരായി നടക്കുന്ന ഒരു കൂട്ടരെ കാണുവാൻ സാധിക്കും. Which means we notice a group that is not fighting. ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, Having delicious food, ഏറ്റവും പുതിയ ഫുഡ് കഴിക്കുക, having nutritious food. ഈ നിലവാരത്തിൽ ഭക്ഷണത്തെ ദൈവമായി കണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആധുനിക ലോകത്തിൽ നമുക്ക് കാണുവാൻ In സാധിക്കും. the modern world we come across a band of people that's giving importance to fighting. വിശേഷിച്ച് പട്ടണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നിലവാരത്തിൽ ജീവിക്കുന്ന അനവധി ജനങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. Particularly when we observe the cities, we notice plenty of people who follow such a fashion. ചിലർ സമ്പത്തിന് ദൈവത്തെ പോലെ കണ്ട് അതിന് അടിമകളായി ജീവിക്കും. Further, some people consider wealth and give importance to them, considering them God. ചിലർ സംഗീതത്തിന് ദൈവത്തിന് സ്ഥാനം കൊടുത്ത് സംഗീതത്തെ ഉപാസിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. Some people give prominent importance to music, and that is portrayed their gods. മറ്റു ചിലർ വളർത്ത് മൃഗങ്ങൾക്ക് ദൈവത്തിന് സ്ഥാനം കൊടുത്ത് വളർത്തു മൃഗങ്ങളെ അത്രത്തോളം ഓമനിക്കുകയും ദൈവത്തെക്കാൾ സ്നേഹിക്കുകയും ചെയ്യുന്ന കാണുവാൻ സാധിക്കും. Some people attach primary significance to pet animals, and they are worshipped as gods. ചിലർ മാനുഷിക ബന്ധങ്ങൾക്ക് ദൈവത്തെക്കാൾ മൂല്യവും സ്ഥാനവും കൊടുത്ത് ആരാധിക്കുന്നു. Some people give more importance to human values more than worship unto God. ചിലർ ദൈവത്തെക്കാൾ മക്കളെ സ്നേഹിക്കുന്നു. Some people love their children more than God. ചിലർ ദൈവത്തെക്കാൾ ഭർത്താവിനെ സ്നേഹിക്കുന്നു. Some love their husbands more than God. ചിലർ ദൈവത്തെക്കാൾ ഭാര്യയെ സ്നേഹിക്കുന്നു. Some love their wives more than God. ചിലർ ദൈവത്തെക്കാൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. Some love their parents more than God. ചില സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു. Some love their friends more than God. പക്ഷെ ഒരു യാഥാർത്ഥ്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിക്കൊള്ളണം. Basically, he must comprehend the truth. ഇവയൊന്നും ദൈവങ്ങളല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. None of these things is God. That's what you have to understand. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ഇവയ്ക്ക്
കൊടുക്കുമ്പോൾ നമ്മളൊരു അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. When we give the honor which is due to God to these things, we are gradually slipping into a captivity. ഇന്ന് ലോകത്തിൽ ഈ നിലവാരത്തിൽ സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. In the present world we come across millions of people who are worshipping gods which are by nature not truly gods. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ചിന്തിച്ചാൽ അത് പിശാചിന്റെ ഒരു പ്രവൃത്തിയാണെന്ന് കാണുവാൻ സാധിക്കും. Last night as a reminder to when we think about this we understand there's a work of the devil. മനുഷ്യനെ പാപത്തിന് അടിമപ്പെടുത്തുന്നത് പിശാചാണ്. Captivating man by force of sin is the work of the devil. മനുഷ്യനെ മരണഭയത്തിന് അടിമപ്പെടുത്തുന്നതും പിശാചാണ്. It is the devil who is enslaving man to the spirit, to the fear of death. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാതെ വണ്ണം സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി അവരെ അടിമപ്പെടുത്തുന്നതും പിശാച് തന്നെയാണെന്ന് കാണുവാൻ സാധിക്കും. Man is doing the state in which he is worshipping gods which are not really gods, again whereby the devil is captivating man. വിശേഷ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, Particularly concerning we who are the citizens of India. ദൈവമക്കളെ നമ്മൾ ഭാരതത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. We who are the people of God much obliged to pray for India. ഈ അടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി ആൾ ദൈവങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയത് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണുമല്ലോ. Recently, one of the cabinet ministers made a statement concerning the multiplicity of man gods these days. ഭാരതത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Millions of citizens of this country are being deceived. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരും. Therefore, beloved people of God, we are much obliged to pray for them too. സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന സത്യം തിരിച്ചറിയട്ടെ. By nature, truly not gods, but this will worship, they must comprehend the truth. അവർ സത്യദൈവത്തിലേക്ക് മടങ്ങി വരുവാനിടയായി തീരട്ടെ. They must come back to the true God. അങ്ങനെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുന്നവരായി. Therefore, we must pray unto God. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാകുന്നു അജ്ഞത എന്ന് പറഞ്ഞിരിക്കുന്നത്. Ignorance is another subject which also captivates man. അജ്ഞതയും ഒരു അടിമത്തമാകുന്നുവെന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കും. The word of God teaches ignorance is also a slavery. ആത്മീക ലോകത്തും ഭൗമിക ലോകത്തും ഒരുപോലെ ഈ അറിവിൽ വളർച്ചയില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. In the spiritual as well as the literal world, we come across a society that is attaining the spiritual growth. അജ്ഞത എന്ന് പറയുമ്പോൾ അറിവില്ലാത്ത അവസ്ഥയല്ല, അറിവിൽ വളർച്ചയില്ലാത്ത അവസ്ഥയാണ്. Ignorance is not the state of not having proper knowledge, it's a state of not having proper growth in knowledge. അറിവിൽ വളർച്ചയില്ലാത്ത അവസ്ഥയും ഒരു അടിമത്തമാണെന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കും. The state is in which there is no growth in knowledge to some extent is a captivity in the light of the word of God. തിരുവെടുത്ത് അതിന് പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The word of God is a particular phrase that is rudiments of the world, beggarly elements. ഗലാത്യലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Galatians chapter 4 verse number 9. ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Weak and beggarly elements. ആകയാൽ അജ്ഞത ബലഹീനമാകുന്നു, ദരിദ്രമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Thus we understand ignorance is weak and beggarly in nature. ബുദ്ധിയിൽ വളർച്ചയില്ലാത്തവർ ദരിദ്രരാകുന്നു, ബലഹീനരാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Those are not grown intellectually, they are poor and weak in the spirit. ഗലാത്യലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു. Galatians chapter 4 verse number 9. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. Man is enslaved to the weak and beggarly elements. ഈ ആദിപാഠങ്ങളെ തിരുവെടുത്ത് അടിസ്ഥാനമാക്കി പഠിക്കുമ്പോൾ രണ്ടായി നമുക്ക് തിരിക്കാൻ സാധിക്കും. In the light of the scripture, these beggarly elements can be categorized into two. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന രണ്ട് ആദിപാഠങ്ങൾ ഉണ്ടെന്ന് കാണുവാൻ സാധിക്കും. We understand two kinds of rudiments of the world which enslave man. ഒന്ന് ലോകത്തിന്റെ ആദിപാഠങ്ങൾ, One is the elements of the world. മറ്റ് രണ്ടാമത് ദൈവവചനത്തിന്റെ ആദിപാഠങ്ങൾ. The second one, elements of the word of God. ഇത് രണ്ടും ഒരർത്ഥത്തിൽ അടിമത്തമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. To some extent, these two aspects are under bondage. ഒന്നാമത് ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ ജീവിക്കും. First thing, man is enslaved to the rudiments of the world. ഗലാത്യലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ആ വാക്യം വായിക്കുവാൻ സാധിക്കുന്നു. Coming to Galatians chapter 4, the third verse, we understand the same. വിശുദ്ധ പൗലോസ് നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. In the words of Saint Paul, നിങ്ങൾ ശിശുക്കളായിരുന്നപ്പോൾ while you were children, ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങൾ ജീവിക്കുകയുണ്ടായി. you were bondage under the elements of the world. വായിച്ചു നോക്കാം. ഗലാത്യലേഖനം 4-ന്റെ 3-ാം വാക്യം വായിച്ചാണ്. അതുപോലെ നാമും ശിശുക്കൾ
ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴ് അടിമപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. There was a time in which we are under bondage under the elements of the world. ദൈവം കൃപയാൽ അവിടെ നിന്ന് നമ്മെ വിടുവിച്ചു. Mercifully, the Lord is delivered us therefrom. ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. Today, crores of people in the world are enslaved to the elements of the world. എന്താണ് ലോകത്തിന്റെ ആദിപാഠങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What is meant by the elements of the world? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Come into Colossians chapter 2 verse number 8. വിശുദ്ധ പൗലോസ് അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന കാണുവാൻ സാധിക്കും. Clear terms, Saint Paul speaks about the same. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരെയും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. You must be watchful lest you should be deceived by philosophy and vain thoughts. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമുള്ളതാകുന്നു. Based on the tradition and custom of the world that is practiced on the elements of the world. അത് ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല എന്ന് വിശുദ്ധ പൗലോസ് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. Saint Paul attempts to establish that is not after the manner of Christ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതെ ഇരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അങ്ങനെ ലോകത്തിന്റെ ആദ്യപാഠം എന്ന് പറയുമ്പോൾ തത്വജ്ഞാനത്തിന്റെ വഞ്ചന എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Therefore, elements of the world, we understand deceits of philosophy. ഇന്ന് ഒരു പരിധിവരെ നമ്മൾ ചിന്തിക്കുമ്പോൾ നിരീശ്വരവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. To some extent that is connected to atheism. ലോകത്തിൽ എത്രയോ മനുഷ്യർ തത്വജ്ഞാനത്തിന് അടിമപ്പെട്ട് ദൈവമില്ല എന്നുള്ള വിശ്വാസത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നു. In the present world, plenty of people are enslaved to the spirit of philosophy. They come to the thoughts there is no God. നിരീശ്വരവാദികളുടെ സമൂഹങ്ങൾ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കാണുവാൻ സാധിക്കും. In the present world, we notice the multiplicity of the number of the atheists. ഒരു പരിധിവരെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴാകുന്നു പിശാച് ഈ നിലവാരത്തിന്റെ ആശയവുമായി മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. To some extent, as people are related to music, the devil is injecting this spirit in the human conscience. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലാണ് ഈ തത്വചിന്ത ലോകത്തിൽ പ്രബലപ്പെടുവാനിടയായി തീർന്നത്. This at the beginning of the 20th century, this thought of philosophy came to get disseminated. പാശ്ചാത്യ നാടുകളിൽ ഇതിനെ ബീജാപാപം കൊടുത്തത് നിഷേ എന്ന് പറയുന്ന നിരീശ്വരവാദിയായിരുന്നു. Nietzsche is a philosopher who gave establishments in the Western countries. നിഷയെ തുടർന്ന് വില്യം ജോൺസ് അത് ഏറ്റെടുത്ത് ദൈവമില്ല എന്ന് After പ്രചരിപ്പിച്ചു. Nietzsche, William James said that there is no God. ലക്ഷക്കണക്കിന് യൗവനക്കാരെ തത്വജ്ഞാനത്തിന്റെ വലയിൽപ്പെടുത്തി അവരെ അടിമപ്പെടുത്തി കളഞ്ഞു. They enslaved under the mesh of the deceitful philosophy and they were branded under the thieves. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഫൂഗർഫ റെയിൽവേ സ്റ്റേഷനുകളിൽ In America, the underground railway station, New York, വില്യം ജോൺസ് ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു. William James established a signboard. എന്തായിരുന്നു അതിൽ എഴുതിയിരുന്നറിയാമോ? You know what was the inscription? ദൈവം മരിച്ചുപോയി എന്ന് എഴുതി ഒപ്പിട്ടിട്ട് വില്യം ജോൺസ് എന്ന് എഴുതി വെച്ചു. God is dead. He wrote his name and put the signature. William Jones. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ അപഹസിക്കുവാനാകുന്നു ദൈവം മരിച്ചുപോയി എന്ന് ഒപ്പ് വില്യം ജോൺസ് എന്ന് എഴുതി വെച്ചു. You not to mock at the Lord Jesus Christ on the cross of Calvary. He wrote the statements and put his signature under which. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ ബോർഡ് സ്ഥാപിച്ചു. In all railway stations, this board was installed. അല്പചില മാസങ്ങൾ കഴിയുന്നതിനകത്ത് A few months passed away. ഒരു അപകടത്തിൽ വില്യം ജോൺസ് കൊല്ലപ്പെട്ടു. He met with an accident. William Jones passed away. ഒരു ദൈവഭക്തനായ മനുഷ്യനെ തിരിച്ചറിഞ്ഞിട്ട് A godly man identified this. വില്യം ജോൺസ് ഒപ്പിട്ടതായി ബോർഡുകൾ മുഴുവനും പെയിന്റ് അടിച്ചു മായിച്ചു. He just painted and blotted out all the inscriptions made by William Jones. അതിനുശേഷം അവൻ അതിൽ ഇപ്രകാരം എഴുതി വെച്ചു. Thereafter, that man wrote there. വില്യം ജോൺസ് മരിച്ചു എന്ന ഒപ്പ് ദൈവം എന്ന് എഴുതി വെച്ചു. William Jones died, signature, and God survived. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God listening to me, തത്വജ്ഞാനികൾ മരിച്ചു പോയേക്കാം. philosophers might die. പക്ഷെ ദൈവത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കരുത്. God is quite unchanging. എന്താണ് അവർ ചെയ്യുന്നത്? What do? ഓ ദൈവമില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് മനുഷ്യനെ അവർ കൊണ്ടുവരുന്നത്. They push man under a faith in which they say there's no God. അമർത്യതയെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. They deny immortality. മരണാനന്തര ജീവിതത്തിൽ നിന്നും ജനത്തെ അവർ പിന്നിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. They want to draw back people from the thought there's no life after death. സ്വർഗം നഗരം ആദ്യ എല്ലാ വിഷയങ്ങളെയും അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. Heaven, hell, all these subjects are denied by them. ഓ മനുഷ്യന്റെ ദൈവം മനുഷ്യൻ തന്നെ എന്ന് അവനവരെ പഠിപ്പിക്കുന്നു. They teach that man is God to man. മനുഷ്യന്റെ ദൈവം മനുഷ്യൻ തന്നെ എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, While teaching that man is God to man, സ്വർഗവും നരകവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, once they attempt to establish there's no heaven and hell, ദൈവം ഇല്ലെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ,
Once established, there's no God. ഒരു മനുഷ്യൻ ഏത് പാപത്തിലും ജീവിക്കാം. Man can lead any kind of sinful life. ഒരു ശിക്ഷാവിധിയെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. He didn't bother about punishment. ലോകത്തിൽ എത്രയോ കോടി മനുഷ്യർ ഈ നിലവാരത്തിൽ വഞ്ചിക്കപ്പെട്ട അടിമകളായി ജീവിക്കുന്നു. Trillions of people are deceived in the world in the present way, leading a sinful life. എന്നാൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. We must comprehend the truth. ഈ യുക്തിവാദികളുടെ അവസാനം എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കണം. What was the sad end of the rationalists? ചരിത്രത്തെ സ്വാധീനിച്ച യുക്തിവാദികളുടെ ഒക്കെ അന്ത്യം വളരെ ദാരുണമായിരുന്നു കാണുവാൻ സാധിക്കും. Rationalists who influenced the history had to undergo the hardest death. വോൾട്ടയറിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. When we examine the history of Voltaire, തത്വചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, Voltaire the philosopher said, ഒരു 100 വർഷം കഴിയുമ്പോൾ after 1 century, വേദപുസ്തകം എന്ന് പറയുന്നത് മ്യൂസിയത്തിൽ കാണുന്ന ഒരു കാഴ്ച വസ്തുവായിരിക്കും. Bible shall be a copy that shall be available only in the museum. ക്രിസ്തീയ ദേവാലയങ്ങൾ വെറും കളിക്കളങ്ങൾ മാത്രമായി കാണപ്പെടുവാനിടയെത്തി. Christian temples, worship places shall be only sportive centers. എന്നാൽ വോൾട്ടയർ ഈ ലോകത്തുനിന്ന് കടന്നുപോയി. Voltaire had to bid farewell to this world. ഏറ്റവും ദാരുണവും ഹീനവുമായ ഒരു മരണമായിരുന്നു വോൾട്ടയറിന്റേത്. Voltaire underwent the most humiliating, most heinous death. അവനെ ശുശ്രൂഷിച്ച ഒരു യൂറോപ്യൻ നേഴ്സ് ഉണ്ടായിരുന്നു. A European nurse who attended him. യൂറോപ്യൻ നേഴ്സ് അവന്റെ മരണത്തിന് ശേഷം ഇപ്രകാരം മൊഴി കൊടുത്തു. After his death, that nurse testified, ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഒരു നിരീശ്വരവാദിയുടെ അന്ത്യത്തിൽ ഇനി ശുശ്രൂഷിക്കുവാൻ ഞാനില്ല. even if you are prepared to promise the entire wealth of this world and not to prepare to serve the end of an atheist in this world. വോൾട്ടയറിന്റെ അന്ത്യം അത്രമാത്രം ഹീനമായിരുന്നു. Such a wretched death Voltaire had to have. വോൾട്ടയർ മരിച്ചതിനു ശേഷം After the death of Voltaire, വോൾട്ടയറിന്റെ വീടും പ്രസ്സും ജനീവ ബൈബിൾ സൊസൈറ്റി വിലക്കെടുത്തു. his house and press that was a hide for Geneva Bible Society. അവന്റെ പ്രസ്സിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി. In his press, copies of the Bible were published. അവന്റെ വീട് ബൈബിളിന്റെ സ്റ്റോക്ക് ഹോമായി മാറ്റപ്പെട്ടു. His house was converted to the Stockholm of copies of the Bible. വോൾട്ടയറിന് അവന്റെ സിദ്ധാന്തത്തിനോ ദൈവത്തെ തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. Neither Voltaire nor his philosophy could pervert the way of God. ചാൾസ് 8ാമൻ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. We heard about Charles the 8th emperor. താനും ഒരു കാലത്ത് നിരീശ്വരവാദിയായിരുന്നു. The time was he was an atheist. തന്റെ ഈ ജീവിതത്തിന്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു കാണുവാൻ സാധിക്കും. His end was also most miserable. തന്റെ മരണസമയത്ത് തന്നെ അവസാനമായി പറഞ്ഞ വാക്യതാണ്. During the fact that he was alive, this is last statement he uttered. എത്ര കൊലപാതകങ്ങളും എത്ര രക്തച്ചൊരിച്ചിലുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. I committed plenty of murders, shed many blood. എത്ര ദുഷ്ട ആലോചനകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. I conspired plenty of conspiracies. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. I know who I am. എല്ലാം നഷ്ടപ്പെട്ടു. Everything is lost now. ഇത് പറഞ്ഞ് നിരാശനായി അവൻ ഈ ലോകം വിട്ട് കടന്നു. Telling this in a frustrated manner, he did travel to this world. നിരീശ്വരവാദിയായി ഹോപ്സ് അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഞാൻ പറഞ്ഞു. Hopes it is during the final moments said so. നിത്യനാശത്തിന് വിധിക്കപ്പെട്ടവന്റെ വേദന ഞാൻ അനുഭവിച്ചറിയുന്നു. I experienced the pain of the one who is condemned to eternal punishment. നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ എനിക്ക് മയക്കുമരുന്ന് തരുവീൻ. Come on, give me the drugs in order to keep off from thinking about eternity. എന്റെ ആത്മാവ് ഭയങ്കരമായ ഇരുട്ടിലേക്ക് എടുത്തു ചാടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ജീവനെ വെടിഞ്ഞത്. Telling that my soul is leaping in the everlasting darkness, he made farewell to this life. മറ്റൊരു തത്വചിന്തകനായിരുന്നു ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞിരിക്കുന്നു. Oliver Cromwell was another philosopher. അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്വം ഒടിയതായിരുന്നു. The final end was pitiable. ഓ പിശാച് എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നു. This is statements, the devil deceived me, I am tantalized. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Well, brothers and sisters listening to me, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെങ്കിലും within the caverns of the conscience at least, ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും at least some crisis of your life, ദൈവമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, did you ever have a thought there is no God? ജീവിക്കുന്നൊരു ദൈവമുണ്ടോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, Do you have the thoughts, is there any living God? ഇന്ന് രാത്രി ദിവസം നിങ്ങളെ തന്നെ ഏറ്റുപറയും. Tonight confess in the presence of God. കർത്താവേ, അതിന് അടിമത്തമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. Oh Lord, I do believe I was in captivity then. അടിമത്തത്തിൽ നിന്നെ വിടുവിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞാൽ, Oh Lord, deliver me from that captivity. അതിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, All of it, people of God listening to me, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ കടിമപ്പെട്ട് ലോകത്തിൽ മനുഷ്യർ ജീവിക്കുന്നു. man is sensitive to the rudiments of the world, still under bondage. ഗലാത്യലേഖനം 4-9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, Galatians chapter 4 verses 9 and 10. മറ്റൊരു ലോകത്തിന്റെ ആദ്യപാഠത്തെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. We read about another beggarly elements of the world. ആ ആദ്യപാഠവും അനേക മനുഷ്യരെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. That is also bound many people. വിശുദ്ധ പൗലോസ് ലോകത്തിന്റെ അടിമത്തത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, Saint Paul, after speaking about the rudiments of the world, adds, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും
കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. And you are observing days, months, seasons and years. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി പോയോ? My labor that ends in vain. അത് ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന മനുഷ്യരാണത് ചെയ്യുന്നത്. The man who is enslaved to the rhythms of the world practices this. അവർ ദിവസങ്ങളെ ആചരിക്കുന്നു, He observes days, മാസങ്ങളെ ആചരിക്കുന്നു, observes months, ആണ്ടുകളെ ആചരിക്കുന്നു, observes years, കാലങ്ങളെ വർഷങ്ങളെ ആചരിക്കുകയാണ് ചെയ്യുന്നത്. and observes seasons and times. സപ്തതി ആചരിക്കുന്നവരെ നമുക്കറിയാൻ സാധിക്കും. സപ്തതി He follows his centenary celebration. ഷഷ്ടിപൂർത്തി ആചരിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Observes 60th and 70th year celebration. മരണ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കി ആചരിക്കുന്നവരെ കാണുവാൻ സാധിക്കും. Renewing the 10th anniversary. ജനനത്തിരുന്നാൾ ആചരിക്കുന്നവരെ കാണുവാൻ സാധിക്കും. Renewing their birth rate. ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും കാലങ്ങളും അവർ ആചരിക്കുകയാണ് ചെയ്യുന്നത്. Observe the days, the months, the times and the years. അത് ബലഹീനവും ദരിദ്രവുമായ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാകുന്നു. They are Bengali, weak elements, which are the rudiments of the world. ക്രിസ്തീയ ഗോളത്തിലും ഇതിനടിമപ്പെട്ട് ജീവിക്കുന്ന അനേകരെ കാണുവാൻ സാധിക്കും. The Christian world too, we come across plenty of people who are under the still bondage. പ്രിയ സഹോദരി സഹോദരന്മാരെ, അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. All brothers and sisters, be delivered from this bondage. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാകുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. You must understand the truth. There's a devilish force which is walking behind this. നമ്മുടെ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? What's the reason of our Lord? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ അവൻ മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. The Lord is, behold, the sons of man to understand. Is any wise man who is seeking God? ഇന്ന് രാത്രി പള്ളിപ്പാട്ട് ദേശത്തേക്കും ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. Tonight the Lord is even observing the land of Pallipadu. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം The നോക്കിക്കൊണ്ടിരിക്കുന്നു. Lord is searching. Is there any wise man who is seeking after God? ലോകം പറയുന്നു തത്വജ്ഞാനിയാകുന്നു ബുദ്ധിമാൻ എന്ന് പറയുന്നു. The world says that philosopher is a wise man. എന്നാൽ ദൈവം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. But God says he that seeks God is really wise in the sight of God. തിരുവഴുത്തിൽ യാഥാർത്ഥ്യം പറയുന്നു. The word of God speaks the truth. ദൈവത്തെ അറിയാതെ ലോകത്തിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കുന്നവർ നരകത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ, Without knowing God, people who deny the existence of God plunge into hell. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു. The wise man makes a journey above. അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. He escapes hell that's below. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. Therefore the Spirit of God exhorts us. കൊലോസ്യലേഖനം 2:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, Epistle to Colossians chapter 2 verse number 20. നാം ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരായിരിക്കും. We are dead with the Christ concerning the rudiments of the world. ആകയാൽ ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവനായിരിക്കണം എന്ന് വായിക്കും. Touching the rudiments of the world, a believer, a child of God should be dead with Christ. അവൻ നാളുകളും മാസങ്ങളും ആണ്ടുകളും കാലങ്ങളും ആചരിക്കുന്നവനായി തീരേണ്ടത്. He should not observe the days, the months, the seasons and years. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചൊരു സംശയം ഉരുവായി വരുവാനിടയാവരുത്. At least with the covers of conscience, he must not become skeptical concerning the existence of God. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന മറ്റൊരു ആദിപാഠത്തെ കുറിച്ച് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. What God speaks about are the Bengali elements, which is enslaving man. അത് ഉപദേശത്തിന്റെ ആദിപാഠങ്ങൾ എന്ന് കാണുവാൻ സാധിക്കും. That is the elements of the doctrines. അനേക വിശ്വാസികളെ ദൈവമക്കളും ഉപദേശത്തിന്റെ ആദിപാഠങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന കാണുവാൻ സാധിക്കും. Many believers, many people have got enslaved to the elementary aspects of the doctrines of God. എബ്രായലേഖനം 5:12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, Hebrews chapter 5 verses 12 and 13. അവിടെ വിശുദ്ധ പൗലോസ് പ്രകാരം പറയുകയാണ്, In the words of Saint Paul, കാലം നോക്കിയാൽ when you observe the time, നിങ്ങൾ പലരും ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. you must become teachers. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഉപദേശത്തിന്റെ ആദിപാഠങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമാണ്. But now you have to learn the principles of the oracles of God. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. You are the milk, not the sound meat. പാൽ കുടിക്കുന്നവരൊന്നും നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവനല്ല. Those who drink milk, they are not exercised in the righteous word of God. അവൻ ശിശുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. He is simply a babe. ആർക്കാണ് കട്ടിയായുള്ള ആഹാരം ലഭിക്കേണ്ടത്? Who is in need of strong meat? തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക്. Those who are senses exercised and attain perfect manship. ആ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ When we read about the same, ഉപദേശത്തിന്റെ ആദ്യപാഠത്തെ കുറിച്ച് കാണുവാൻ സാധിക്കും. we read about the elements of the principles of the doctrine. രക്ഷിക്കപ്പെട്ട അനേക ദൈവമക്കൾ ഉപദേശത്തിന്റെ ആദിപാഠങ്ങളിൽ കുരുങ്ങിക്കിടക്കി. Today many saved people are entangled under the principles of the oracles of God. മാനസാന്തരപ്പെട്ടു, അത് മതിയെന്നാ ചിന്തിക്കുന്നത്. They feel that it is enough, because we are repented. സ്നാനമെടുത്തു, അത് മതിയെന്നാ
എന്നാ ചിന്തിക്കുന്നത്. They're satisfied with the baptism only. ആത്മാവിനെ പ്രാപിച്ചു അത് മതിയെന്നാ ചിന്തിക്കുന്നത്. They receive the anointing, they're very much contented with it. വിശ്വാസിയാകുന്നു അത് മതിയെന്നാണ് ചിന്തിക്കുന്നത്. They feel they're believers, they're very much satisfied. ആ നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഇപ്പോഴും ഉപദേശത്തിന്റെ ആദ്യപാഠത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. If you think in such a capacity, today we are entangled under the principles of the oracles of God. ആർക്കും കട്ടിയായുള്ള ആഹാരം അങ്ങോട്ട് പ്രാപിക്കാൻ താല്പര്യമില്ല. Nobody is interested to have sound meat today. പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ പറയും അല്പം കട്ടിയായി പോയെന്ന് പറയും. On many occasions, there is a message they say, it is a sound doctrine. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? You know what's the meaning? ഇപ്പോഴും ശിശുക്കളാണ്. Even though you are babes, അവർക്ക് പാലാണ് വേണ്ടിയിരിക്കുന്നത്. they want to have milk only. നീതിയുടെ വചനത്തിൽ അവർക്ക് പരിചയം വന്നിട്ടില്ല. They don't exercise in the righteous word of God. അവിടെ ഇന്ദ്രിയങ്ങൾക്ക് തഴക്കം വന്നിട്ടില്ല. Their senses are not exercised. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. it is obligatory, we must attain progress. ഏതാണ് ഉപദേശത്തിന്റെ ആദ്യ പാഠം എന്ന് പറയുന്നത്? Which is the first principle of the oracle of God. എബ്രായലേഖനം 6:1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Coming to Hebrews chapter 6, the first 2 verses. വിശുദ്ധ പൗലോസ് അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. In the verse of Saint Paul there, എബ്രായലേഖനം 6:1-2 വാക്യം വായിച്ചു. read such a passage. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. We must live the principles of the doctrine of Christ and move unto perfection. ഇവിടെ ആദ്യം ചില പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. Some doctrines are highlighted first. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, Repentance from dead works, ദൈവത്തിങ്കലെ വിശ്വാസം, faith upon God, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, doctrine of baptism, അത് ജലസ്നാനവും പരിശുദ്ധാത്മ സ്നാനവും, that's the baptism of the Holy Ghost, കൈവപ്പ്, handing upon, laying the hand, മരിച്ചവരുടെ പുനരുത്ഥാനം, resurrection of the dead, നിത്യശിക്ഷാവധി, eternal judgment. ഇതൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളാകുന്നു. All these are the fundamental doctrines. ഇതൊക്കെ വിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? Leaving them, what's the meaning? ഇത് എന്നേക്കുമായിട്ട് വിട്ടുകളയണമെന്നല്ല, Do not give up forever. ഇത് നമുക്ക് വേണ്ട എന്നുള്ളതല്ല, Do not deny. ഇത് അടിസ്ഥാനം മാത്രമാകുന്നു. They are only the foundation. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വലിയ കെട്ടിടമായിട്ട് വളരേണ്ടിയിരിക്കുന്നു. Upon this foundation, we must grow as a superstructure. അനേക ദൈവമക്കൾ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. Today, many people are entangled upon the foundation only. അപ്പോൾ അടിസ്ഥാനം പോലും ഇല്ലാത്തവരുടെ ഗതികേട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. Meanwhile, think about the desperate state of the people lacking even the foundation. ഇതുവരെയും നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവർ, So far, those who are not repented from the dead works. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലാത്തവർ, So far, those who do not believe on Jesus Christ. വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിച്ചിട്ടില്ലാത്തവർ, So far, those who have been taken water baptism after faith. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ, Those who receive the anointing of the Holy Ghost after faith. കൈവപ്പിന്റെ ഉപദേശം പ്രാപിച്ചിട്ടില്ലാത്തവർ, Those who attained the doctrine of laying the hands. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് അറിവില്ലാത്തവർ, Those who do not have the proper knowledge about the resurrection of the dead. അന്തിമ ന്യായവിധിയുടെ ഉപദേശം അറിഞ്ഞിട്ടില്ലാത്തവർ, Those who have comments to be concerned with the eternal judgment. അനേകർ ഈ നിലവാരത്തിൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. Claiming to be Christians, many people are degraded so today. പല സമുദായത്തിന്റെ ആചാര്യന്മാർക്ക് പോലും ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല. Many harbingers of many denominations do not have a clear-cut understanding concerning these doctrines. ഒരിക്കൽ അഞ്ചൽ നിന്ന് ഞാൻ കുളത്തൂപ്പുഴയിലേക്ക് ഒരു സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ Conviction is undertake a travel to Kulathupura in a private bus. എന്റെ സഹപാഠിയായിരുന്ന ഒരു പുരോഹിതൻ ആ വാഹനത്തിൽ കയറുവാനിടയായി. A fellow joiner, a priest also boarded that vehicle. തന്റെ അടുക്കൽ എന്റെ അടുക്കൽ വന്നിരുന്നു. He came and seated beside me. ഞങ്ങൾ കുറെ നേരം അല്പനേരം സംസാരിക്കാനിടയായി. For a short while we engaged in discourse. അതിനുശേഷം താൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. Thereafter he made demands. ഈ 1000 ആണ്ട് വാഴ്ച എന്താണെന്നാൽ ഒന്ന് പഠിപ്പിക്കണേന്ന് ചോദിച്ചു. Will you please teach me what's meant by the millennial rule? എന്താണ് ഈ 1000 ആണ്ട് വാഴ്ച? What is meant by the millennial rule? അതെന്താണ് നടക്കാൻ പോകുന്നത്? When is that going to take place? അതെവിടെയാണ് നടക്കാൻ പോകുന്നത്? When is that going to take place? എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. Absolutely is ignorance about that subject. പക്ഷെ കേരളത്തിൽ പ്രമുഖ ക്രിസ്തീയ സഭയുടെ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. Now he is officiating as a priest of a reputed denomination in Kerala. ആകയാൽ ഇത് അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. Therefore you must understand this is only the foundation. പ്രിയപ്പെട്ട ദൈവമക്കളെ, അടിസ്ഥാനമില്ലെങ്കിൽ കെട്ടിടം നിലനിൽക്കത്തില്ല. Beloved people of God, without foundation the superstructure will not survive. അതുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെടുക, അത് അടിസ്ഥാനമാണ്. Therefore repent, confess, forsake the sins, repent, that's a foundation. യേശുക്രിസ്തു ഏക രക്ഷിതാവ്, അത് അടിസ്ഥാനമാണ്. Jesus Christ is the only Savior, that's a foundation.
വിശ്വസിച്ച് മുഴുവൻ സ്നാനം സ്വീകരിക്കണം. അത് അടിസ്ഥാനമാണെന്ന് കാണുവാൻ സാധിക്കും. Believe and take water baptism, that's the foundation. വിശ്വസിച്ച് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് അടിസ്ഥാനമാണ്. Believe, receive the baptism of the Holy Ghost with unknown tongue, that's also the foundation. കൈവപ്പിനാൽ വേർതിരിക്കപ്പെടുന്ന പുതിയ നിയമ ശുശ്രൂഷ അത് അടിസ്ഥാന ഉപദേശമാണ്. New Testament ministry that is ordained by laying the hands from the separation. മരിച്ചവിടെ പുനരുത്ഥാനം അടിസ്ഥാന ഉപദേശമാണ്. Resurrection of the dead, that's also the fundamental doctrine. അന്തിമ ന്യായവിധി അടിസ്ഥാന ഉപദേശമാണ്. Eternal judgments, that's also the fundamental doctrine. ഇന്ന് രാത്രി അടിസ്ഥാനം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ അടിസ്ഥാനം വിട്ടുകൊള്ളണം. Tonight, anyone who hasn't come to these experiences, attended this meeting tonight, come to this foundation. ഈ അടിസ്ഥാനം പ്രാപിച്ച ദൈവമക്കളോട് പറയുവാനുള്ളത്, Let me tell the people of God who already laid such a foundation, അടിസ്ഥാനത്തിൽ കുരുങ്ങിക്കിടക്കരുത്. do not be entangled under such a foundation. ഇന്ന് പല ദൈവമക്കൾ അടിസ്ഥാനത്തിൽ കുരുങ്ങിക്കിടക്കുക. Do not be entangled under the foundation. ഞാൻ എന്നാ മനസ്സാന്തരപ്പെട്ടെന്ന് അറിയാമോ? You know, when did you repent? ഞാൻ സ്നാനമെടുത്തപ്പോഴേ മൂപ്പൻ ജനിച്ചിട്ടില്ലെന്ന് പറയും. Brother, you were not born when it took water baptism. ഏതാറ്റിലെ എന്നെ സ്നാനപ്പെടുത്തിയെന്ന് അറിയാമോ എന്ന് ചോദിക്കും. You know in which river I was baptized. അയ്യോ ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവസ്ഥ അറിയാമോ എന്ന് ചോദിക്കും. You know the state in which I received the Holy Ghost. ഈ പഴക്കവും പറഞ്ഞുകൊണ്ടിരിക്കുവാനേ സാധിക്കുന്നു. You can remain only telling the tradition. പിതാക്കന്മാരെ അതൊക്കെ അടിസ്ഥാനങ്ങളാ, വിട്ടേക്കണം. My fathers, they are only the foundations. Leave them. അവിടെ കുരുങ്ങിക്കിടക്കരുത്. Be not entangled there. അവിടെ നിന്ന് മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യുവാനുണ്ട്. Miles to go before you sleep. പഴക്കവും പാരമ്പര്യവും പറയുമ്പോൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ എത്രമാത്രം വളർന്നിട്ടുണ്ടെന്ന് ചിന്തിക്കണം. When you talk about vain converse and tradition, just think how far you have grown in the knowledge of Christ. അതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞ ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെന്ന്. That's what the says, leaving the first principles and oracles, come to the knowledge of Christ. പഴക്കവും പാരമ്പര്യം അവകാശപ്പെട്ടാൽ മാത്രം പോരാ, പരിജ്ഞാനപൂർത്തിയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. It is not enough simply if you have talked about tradition, conversation. എന്താണ് Rather you have to attain growth in the knowledge of Christ. എന്താണ് പരിജ്ഞാനപൂർത്തി എന്ന് പറയുന്നത്? What is the meaning of the perfection of knowledge? ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ If it's the Philippians chapter 3 verses 8 to 11. വിശുദ്ധ പൗലോസ് പ്രകാരം പറയുകയാണ്, In the verse of Saint Paul, എന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത പ്രാപിക്കുവാൻ ഞാൻ സകലതും ഉപേക്ഷിച്ച് ഛേദമെണ്ണുന്നു. for the excellency of the knowledge of our Lord Jesus Christ, I count everything lost. ലോകത്തിലുള്ള സകലതിനെയും ഞാൻ ഛേദമെണ്ണുന്നു. I count everything in the world mere loss. എന്റെ വിദ്യാഭ്യാസം, My education, എന്റെ സ്ഥാനം, my position, എന്റെ പദവി, my honor, എന്റെ കുടുംബത്തിന്റെ മഹത്വം, greatness of my family, എന്റെ റോമ പൗരത്വം, Roman citizenship, ഇതൊക്കെ ഞാൻ ചവറന്നുണ്ടെന്നു. everything count down. എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ, I only one desire. എന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് പ്രാപിക്കാം. Somehow then I want to have the excellency of the knowledge of ആ Christ. പരിജ്ഞാനത്തിന് മുമ്പിൽ ബാക്കിയുള്ളതൊക്കെയും എനിക്ക് നഷ്ടമാണ്. In that understanding knowledge, everything is lost to me. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് മുമ്പിൽ എന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടമാണ്. Before the Lord Jesus Christ, my position, power, everything is lost. എന്ന് പലരും യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെക്കാൾ സ്ഥാനമാനങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുക. Today many people are holding on position, powers more than the knowledge of Christ. ഈ അറിയ മക്കളെ പൗലോസ് പറയുന്നത് നഷ്ടം തന്നെ. Fellow people of God, Saint Paul says it is mere loss. സ്ഥാനങ്ങളെ വിട്ടുകളഞ്ഞാട്ടെ, Leave the positions, പാരമ്പര്യങ്ങളെ വിട്ടുകളഞ്ഞാട്ടെ, leave the traditions, യോഗ്യതകളെ വിട്ടുകളഞ്ഞാട്ടെ. leave the qualifications. അതിനേക്കാൾ വലുത് ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്. More than that, you need to have the knowledge of Christ. എന്താണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? What does the Saint Paul say? എന്റെ ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. I want desire in my life. എന്താണ് എന്റെ ആഗ്രഹം You എന്നറിയാമോ? know what is my desire? എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേടണോ. I want to win my Christ. എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേടണോ. I want to win Christ in my life. ഇത്രനാൾ വിശ്വാസത്തിൽ ജീവിച്ചു, So far, I led a faithful life. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ If it is asked, what have you gained? എന്റെ യേശുവിനെ ഞാൻ നേടിക്കഴിഞ്ഞു എന്ന് പറയുവാൻ ആർക്ക് പറയുവാൻ സാധിക്കും? Who can say, I have won my Jesus in my life? വിശുദ്ധ പൗലോസിന്റെ ആഗ്രഹം അതാണ്. That is the desire of Saint Paul. ഇനി അവൻ പരിജ്ഞാനത്തിൽ വളരുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. He wants to grow in the knowledge of Christ. അവൻ പറഞ്ഞ എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേടണോ. This is, I want to win Christ. എനിക്ക് അവനിൽ ഇരിക്കണോ. I want to abide in Him. എനിക്ക് അവന്റെ മരണത്തോട് അനുരൂപപ്പെടണോ. I want to be identified and to go to death. എന്റെ യേശുവിനെ എനിക്ക് അനുഭവിച്ചറിയണോ. I want to experience, enjoy my Jesus. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണോ. I want to experience the power of His resurrection. അവൻ അനുഭവിച്ച കഷ്ടതയുടെ ആഴം എനിക്ക് അനുഭവിച്ചറിയണോ. I
I want to experience the depth of the sufferings he experienced. എനിക്ക് വല്ലവിധേറിയ എന്റെ കർത്താവിന്റെ വരവിൽ പോകണം. Somehow then I must be raptured at the coming of the Lord. ഇതാണ് വിശുദ്ധ പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. This is the desire of Saint Paul. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നു, Therefore Saint Paul says, അതിനുവേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിടണം. therefore I discount everything, consider me a dime. ഇതാണ് പരിജ്ഞാനത്തിന്റെ പൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. This is the perfection of the knowledge of Christ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉപദേശത്തിന്റെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി കിടക്കരുത്. Beloved people of God, be not entangled at the first principles of the doctrine. അടിസ്ഥാനങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്തവരെ അടിസ്ഥാനങ്ങളിലേക്ക് വരുവീൻ. Those who come unto the foundation, come unto the foundation. അടിസ്ഥാനങ്ങൾ പ്രാപിച്ചവരെ പരിജ്ഞാനമൂർത്തിയിലേക്ക് കടന്നുപോകുവീൻ. Those obtain the foundation, come unto the perfection of the knowledge. ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ Again coming to Galatians, 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ chapter 4 verse 19. വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു, In the verse of Saint Paul, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുമ്പോളം ഞാൻ നിങ്ങളെ ഓർത്ത് വേദനപ്പെടുകയാണ് ചെയ്യുന്നത്. I am travailing in faith, looking at you till Christ is formed in you. അങ്ങനെ ആത്മജീവിതത്തിൽ ഒരു വളർച്ചയുണ്ട്. Thus there is a growth in the spiritual life. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന ഒരു അവസ്ഥയുണ്ട്. That's an experience in which Christ is formed in us. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ And Ephesians chapter 4 verses 11-12. ദൈവം സഭയിൽ 5 വിധമായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. God has appointed 5 types of officers in the church. ഒന്നാമത് അപ്പോസ്തലൻ, First is an apostle, രണ്ടാമത് പ്രവാചകൻ, second the prophet, മൂന്നാമത് ഉപദേഷ്ടാവ്, third the evangelist, നാലാമത് ഇടയൻ, fourthly the shepherd, അഞ്ചാമത് ശുശ്രൂഷകൻ. fifthly the teacher. എന്തിനു വേണ്ടിയാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്? What for have they been appointed? ദൈവം സഭയ്ക്ക് ദാനമായിട്ട് ഇവരെ കൊടുത്തിരിക്കുക. You are given me gifts to the church of God. അവരെ നിയമിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. With the great responsibility, they are appointed. അതാണ് ഇതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. The next verse, that is what we notice. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒരു ഐക്യത സഭയിൽ ഉണ്ടാകണം. There should be a faith, unity of the faith under the knowledge of the Son of God. എല്ലാ വിശ്വാസികളും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനമുള്ളവരായി കാണപ്പെടണം. Every believer should have a knowledge concerning the Son of God. സഭ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. The church should attain the growth under being a perfect man. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ പ്രായത്തിന്റെ അളവിൽ സഭ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. Church should reach the stature of the measure of the fullness of Christ. ഈ അളവിൽ നമ്മൾ എത്തിച്ചേരണം. We must reach such a stature. അല്ലാതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതൊരു കാര്യമായില്ല. You say that I'm saved, it is of no meaning. സ്നാനം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. You claim you're baptized, it has no value. തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമുക്ക് വളരാം. We must be brought into being a perfect man. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമുക്ക് വളരാം. Let us go to the knowledge about the Son of God. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രായത്തിന്റെ അളവിലേക്ക് നമുക്ക് എത്തിച്ചേരാം. Let us reach into the stature of the measure of the fullness of Christ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. Let us come to a status in which Christ is formed in us. പൗലോസിനെ പോലെ നമുക്ക് വിളിച്ചു പറയാം, Let's also claim like Saint Paul. എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേടണോ, I want to win my Christ. എനിക്ക് എന്റെ ക്രിസ്തുവിൽ ഇരിക്കണോ, I want to be in my Christ. എനിക്ക് അവന്റെ മരണത്തോട് അനുഭവപ്പെടണോ, I want to be fashioned unto his death. അവനെ ഉയർപ്പിച്ച ശക്തി എനിക്ക് അനുഭവിക്കണോ, I must experience the power which quickened him. അവനനുഭവിച്ച കഷ്ടത എനിക്ക് അനുഭവിക്കണോ. I must experience the persecutions that he tasted. ആ ഒരു അളവിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ When we reach to such a measure, അതിന് തിരുവെടുത്തൊരു പേര് പറയുന്നു. the word of God gives a name. അതാണ് ജയം പ്രാപിച്ച സന്തതി എന്ന് പറയുന്നത്. That's a victorious seed. ജയം പ്രാപിച്ച സന്തതി. The seed that is overcome. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. Our Lord Jesus Christ died on Calvary. എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്? What for did Jesus die? നമ്മുടെ പാപങ്ങൾ നമ്മെ രക്ഷിക്കുവാൻ. To save us from our sins. ഒരൊറ്റ വാക്കിൽ എല്ലാവരും ഉത്തരം പറയുവാനിടയായിത്തീരും. Simply speaking, all can give the response. യേശു മരിച്ചതിന്റെ പാപങ്ങൾ ഇത് രക്ഷിക്കുവാനെന്ന് എല്ലാവരും പറയും. All will say, Jesus died not to save me from my sins. യേശു മരിച്ചത് പാപങ്ങൾ ഇത് രക്ഷിക്കുവാനുള്ള ഉത്തരം ശരി തന്നെ. It is true, Jesus died to save you from your sins. പക്ഷെ ആത്യന്തികമായി യേശു മരിച്ചതിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. Authoritatively, that is not ultimate mark with which Jesus died. യെശയ്യാ 53-ന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, Isaiah 53 verse number 10. അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവനൊരു സന്തതിയെ കണ്ടു എന്ന് വായിക്കുന്നു. His soul was poured as a trespass offering, and he beheld the sea. ഒരു ജയം പ്രാപിച്ച സന്തതിയെ ഉരുവാക്കുവാനാണ് യേശു കാൽവറിയിൽ മരിച്ചത്. Lord Jesus Christ died on the cross of Calvary, he not to form a victorious seed. യേശുവിന്റെ പ്രാണൻ അകൃത്യയാഗമായി തീരുമ്പോൾ ഒരു ജയം പ്രാപിച്ച സന്തതിയെ കർത്താവ് കാൽവറിയിൽ കണ്ടു. When the soul of Lord Jesus Christ became a trespass offering, the heavenly Father noticed on the cross of Calvary a holy seed. അത് രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, It is not enough if you are saved, സ്നാനമെടുത്താൽ മാത്രം പോരാ, not sufficient if you are baptized, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രം പോരാ, not enough if you are anointed.
anointed. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല യേശു മരിച്ചത്. Jesus died not only to simply get saved. കാൽവരിയിലെ യാഗപീഠത്തിൽ അവനൊരു യാഗമായി തീരുമ്പോൾ, On the altar of Calvary, as he became a sacrifice, അവന്റെ കൈകളിലും കാലുകളിൽ ഇരുമ്പാടുകൾ അടിക്കുമ്പോൾ, when his feet and hands were nailed with the thorns, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിക്കുമ്പോൾ, when the head was nailed with the thorny crown, അവന്റെ പുറകുടിവുചാലുകളെ പോലെ അടിച്ചു കീറുമ്പോൾ, when there was a plowed like a tilling plow, അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് അവർ കുത്തുമ്പോൾ, when they pierced the rib with the spear, അവന്റെ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പുമ്പോൾ, when they grinded and spat on his face, മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്ത് അവർ ഇടിക്കുമ്പോൾ, when the fist slapped on his face, പുരുഷൻ അവനെ ഉയർത്തി കുടിയിലേക്ക് ഇടുമ്പോൾ, when he is lifted and kept on the cross, ആ വേദന യേശു സഹിച്ചത് എന്തിനെന്നറിയാമോ? Jesus suffered the pain. What for? അവനൊരു സന്തതിയെ കണ്ടു, He beheld a saint. ഒരു ജയം കൊണ്ട് ആൺകുട്ടിയെ കണ്ടു, He beheld an overcoming ഒരു saint. തികഞ്ഞ പുരുഷനെ കണ്ടു. He beheld a perfect man. അതിനുവേണ്ടിയാണ് യേശു അത്യാഗം സഹിച്ചത്. For which cause Jesus suffered the persecution. അതാണ് വെളിപ്പാട് പുസ്തകം 12:5 നമ്മൾ കാണുന്നത്. Revelation chapter the 5th verse, we read about the same. അവൾ സകല ജാതികളെയും ഇരുമ്പുകാൽ കൊണ്ട് മേയ്ക്കുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. She gave the man child that can rule every nation with an iron rod. ആൺകുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. Abruptly, the man child is taken to the throne of God under the presence of God. ഈ സന്തതിയാണ് യേശു കാൽവരിയിൽ കണ്ട സന്തതി. Lord Jesus Christ foresaw this seed on the cross of Calvary. എന്താണ് സന്തതിയുടെ പ്രത്യേകത? What is the speciality of the seed? സകല ജാതികളെ ഇരുമ്പുകാൽ കൊണ്ട് മേയ്ക്കുന്ന ഒരു സന്തതി, It is that is reigning every nation with an iron rod. സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു സന്തതി, Yes, that is quick to the throne of God. പെട്ടെന്ന് എടുക്കപ്പെടുന്ന ഒരു സന്തതി. Yes, it is taken abruptly. ആരാണ് ഇരുമ്പുകാൽ കൊണ്ട് മേയ്ക്കുന്ന സന്തതി എന്ന് പറയുന്നത്? Who is the seed reigning with the iron rod? വെളിപ്പാട് പുസ്തകം 2:26 വാക്യത്തിൽ വരുമ്പോൾ, Revelation chapter 2 verse number 26. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും, In that passage we read, ജയിക്കുന്നവൻ, Overcomer. ജയിക്കുന്നവനാണ് ഇരുമ്പുകാൽ കൊണ്ട് മേയ്ക്കുന്നത്. This overcomer shall reign with the iron rod. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കാം, In that passage we read, ജയിക്കുകയും overcoming ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ, and holding fast what he commanded till the very end. സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും. He shall reign every nation with an iron rod. ആകെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുള്ള അധികാരം ജയം പ്രാപിച്ച വിശ്വസ്തന്മാർക്കാണ്. The overcomer saints are committed to the responsibility of leading with an iron rod. ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. Delivering a man child that shall reign with an iron rod. ഈ ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. This man child is taken to the throne of God. ആർക്കാണ് സിംഹാസനത്തിലേക്ക് പോകുവാൻ യോഗ്യതയുള്ളത്? Who is worthy to move to the throne of God? വെളിപ്പാട് 3:21 വാക്യം, Revelation chapter 3 verse 21. ജയിക്കുന്നവൻ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. Overcomer shall be seated with the throne of God. ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. It shall be granted to overcomer to sit with me in my own throne. ആകെ ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കുന്നത് ജയിക്കുന്ന വിശുദ്ധന്മാർ. It is the overcomer saints of God who shall reign with the iron rod. സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നത് ജയിക്കുന്ന വിശുദ്ധന്മാർ. Overcomer saints of God shall be taken to the throne of God. മൂന്നാമത് ഈ ആൺകുട്ടിയെ കുറിച്ച് പറയുന്നത്, Further concern this man child. അവർ പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. Suddenly they are taken to the throne of God. ആരാണ് പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നത്? Who is taken to the throne of God suddenly? 1 കൊരിന്ത്യർ 15:51-52 വരുമ്പോൾ 1 Corinthians chapter 15 verses 51 and 52. വിശുദ്ധ പൗലോസ് ദൈവസഭയോട് പറയുക, Saint Paul speeches, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, I'll tell you a mystery. നാം എല്ലാവരും നിദ്ര കൊള്ളുകയും We all will not sleep. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ At the final trump, പെട്ടെന്ന് suddenly, കണ്ണിമയ്ക്കുന്നിടയിൽ with the twinkling of an eye, രൂപാന്തരപ്പെടും. will be transformed. ആരാണ് പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നത്? We shall be suddenly taken to the throne of God. യേശുവിന്റെ വരവിൽ അവന്റെ മണവാട്ടി എടുക്കപ്പെടും. At the coming of the Lord, his bride shall be taken up. ജയം പ്രാപിച്ച ആൺകുട്ടി എടുക്കപ്പെടും. Victorious mantle shall be taken up. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്ത് വന്ന് മരിച്ചത് അതിനുവേണ്ടിയാണ്. our Lord Jesus Christ came to the world, dying to that end. ലോകത്തിൽ അനേക സുവിശേഷം അറിയിക്കുന്നുണ്ട്. Plenty evangelists preach about the evangelism. അവർ കർത്താവിന്റെ കാൽവരിയെ കുറിച്ച് പ്രസംഗിക്കും. They preach about the Calvary of the Lord. മനുഷ്യന്റെ ആത്മരക്ഷയെ കുറിച്ച് പ്രസംഗിക്കും. Preach about the salvation of the soul of man. രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിക്കും. Preach about divine healing. അവിടെ പ്രസംഗം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. The preaching comes to an end therewith. എന്നാൽ വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? However, what does the Saint Paul say? ഞങ്ങൾ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. Your great responsibilities committed to us. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. To present every man perfect in Christ Jesus. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക.
to present every man perfect in Christ Jesus, അതിനുവേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. to which cause we are striving and laboring. എന്താണ് ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക എന്ന് പറയുന്നത്? What is meant by making perfect in Christ Jesus? ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന ഒരു ആൺകുട്ടിയാക്കി തീർക്കുക. Making a man child reigning with the hand rod. സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ആൺകുട്ടിയാക്കി തീർക്കുക. Making a man child be taken to the throne of God. കർത്താവിന്റെ വരവിൽ കണ്ണിമപ്പെടുന്നതിൽ എടുക്കപ്പെടുന്ന ഒരു ആൺകുട്ടിയാക്കി തീർക്കുക. Making a man child that will take it within a twinkling of an eye. യേശുവിന്റെ പ്രവൃത്തി അകൃത്യാഗമായി തീർന്ന് കണ്ട സന്തതിയെ ഉരുവാക്കിയെടുക്കുക. Making us see the Lord Jesus Christ first on the cross at Calvary, undergoing the sufferings. അവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധിക്കൂ. Only such can be taken up at the coming of the Lord. ആകയാൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, Therefore, they are our people of God. ഉപദേശത്തിന്റെ ആദ്യ പാഠത്തിൽ അടിമപ്പെട്ടു പോകരുത്. We enter under the first principles of the oracles of God. പരിജ്ഞാനപൂർത്തിയിലേക്ക് നമുക്ക് പോകാം. We must be brought to the perfection of knowledge. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. We must prepare for the coming of the Lord. നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ Naphtali is the high places of battlefield. പോരാടി നമുക്ക് ജയം പ്രാപിക്കുന്നവരായി തീരാം. Let us wage battle, attain victory. അടിമത്തത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാം. Let's find deliverance from captivity. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാണ് ശിക്ഷ, നിത്യനാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. Eternal damnation is something that also enslaves man. ലോകത്ത് അനേക മനുഷ്യർ നിത്യനാശത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. Plenty of people who are not enslaved unto eternal damnation. 2 പത്രോസ് 2:19 വരുമ്പോൾ 2 Peter chapter 2 verse 19. വിശുദ്ധ പത്രോസ് പ്രകാരം പറയുന്നു. In the verse of Saint Peter, 2 പത്രോസ് 2:19 വായിച്ചാൽ, തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. നോക്കുക, തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ they themselves are servants of corruption. മറ്റുള്ളവർക്ക് അവർ സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. Ironically, they promise liberty to others. അതിനുശേഷം അടുത്തതായി വായിക്കുന്നു, The next verse we read, ഒരുത്തൻ ഏതിനോട് തോറ്റിരിക്കുന്നുവോ അതിനടിമ. a man who is living something, he is in the bondage of the same. അനേകർ നാശത്തിന് യോഗ്യരായി അടിമപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Many are servants of corruption and enslaved to the same. നിത്യനാശത്തിലേക്ക് കോടിക്കണക്കിന് മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. Millions of people on journeying into eternal damnation. 2 തെസ്സലോനിക്കർ 1:10 നമ്മൾ വായിക്കുന്നു. 2 Thessalonians chapter 1 verse number 10. ആരാണ് നിത്യനാശത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ? Who is slipping into eternal catastrophe? സുവിശേഷം അനുസരിക്കാത്തവർ. Those who do not obey the gospel. സുവിശേഷം അനുസരിക്കാത്തവർ. Those who do not obey the gospel. അവരെവിടേക്കാണ് പോകുന്നത്? Where do they head for? അവർ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. They're limping into eternal holocaust. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, That verse we read. സുവിശേഷം അനുസരിക്കാത്തവർ Those who do not obey the gospel. ക്രിസ്തുവിന്റെ സന്നിധാനവും In the presence of God. അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് Having the glory with his power. നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കൂ. Going into everlasting destruction, which is a punishment of God. സുവിശേഷം പറയുമ്പോൾ ചിലർക്ക് അത് അവജ്ഞയാണ്. When you preach the gospel, some people are displeased. ഏതോ വെറുക്കപ്പെട്ട കാര്യം പറയുന്നത് പോലെ It is something abhorrence is preached. സുവിശേഷ പ്രവർത്തകരെ കാണുന്നത് പോലെ അവർക്കൊരു വെറുപ്പ് പോലെയാ തോന്നുന്നത്. Some people are seeing the evangelists, they feel abhorred. സഹോദര, യാത്ര നിത്യനാശത്തിലേക്ക്. Well, brother, you are journeying into eternal destruction. സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ നിത്യനാശമാണ്. If you did not obey the gospel, eternal damnation is waiting for you. അതുകൊണ്ട് സ്നേഹത്തോടെ നിത്യനാശത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങൾ ഉപദേശിക്കുന്നു. In love, you must be delivered from eternal damnation for the sake of we exhort. പാപങ്ങളെ ഏറ്റുപറഞ്ഞു പക്ഷേ മാനസാന്തരപ്പെട്ട Confess your sins and repent. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഏറ്റുപറഞ്ഞാട്ട് Confess Lord Jesus Christ, the Son of God. വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിച്ചാൽ, Will you take water baptism? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിച്ചാൽ, Receive the Holy Spirit of God, talk in tongues. ഈ ലോകത്തിൽ വേർപാടിന്റെ ജീവിതം ചെയ്താട്ട്, Observe your life as separation in this world. കർത്താവിന്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് വളർന്നാട്ട്, Come into the perfection of the knowledge of Christ. യേശു വരാറായിരിക്കുക. Jesus is going to appear. ആകയാൽ സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ നിത്യനാശമാണ്. Therefore, if you fail to obey the gospel, there's eternal damnation meant for you. അതിന് പ്രത്യേകിച്ച് ഏത് ജാതിയോ മതമൊന്നും പറഞ്ഞിട്ടില്ല. Especially no creed community is mentioned. ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും, Whether Christian or non-Christian, സമുദായത്തിലുള്ളവനാണെങ്കിലും പെന്തക്കോസുകാരനാണെങ്കിലും, whether you are Pentecostal or nominal Christian, സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ നിത്യനാശമാണ് ഫലം. if you fail to obey, the consequences eternal damnation. 2 പത്രോസ് 4:4 വരുമ്പോൾ 2 Peter chapter 1 verse 4. നിത്യനാശത്തിലേക്ക് പോകുന്ന മറ്റൊരു കൂട്ടരെ കാണുവാൻ സാധിക്കും. We read about another group that is moving to eternal destruction. ലോകത്തിന്റെ മോഹത്താലുള്ള നാശത്തെ കുറിച്ചാണ് വായിക്കുന്നത്. Concern the corruption that comes due to the lust of the world. ലോകത്തിന്റെ മോഹത്താൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. They
that being destroyed under the corruption of the world. എന്താ ലോകത്തിന്റെ മോഹത്താൽ നശിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? What is meant by being destroyed by the lust of the world? ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കുക. They live according to the course of this world. ഈ ലോകത്തിന്റെ കാലഗതി ഓരോ ദിവസം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുക. As days pass by, course of the world is changed. മെനഞ്ഞാന്ന് കണ്ട ഹെയർ സ്റ്റൈൽ അല്ല ഇന്നലത്തെ ഹെയർ സ്റ്റൈൽ. The hair that is noticed day to yesterday is quite different from today. ഇന്നലത്തെ ഹെയർ സ്റ്റൈൽ അല്ല ഇന്നത്തെ ഹെയർ സ്റ്റൈൽ. Yesterday's hairstyle is different from that of today. ഞാൻ മുടിവെട്ടുവാന്റെ കടയിൽ ചെന്നപ്പോഴേ When I went to dress my hair, ഒരു കൊച്ചു പയ്യനെ അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. a small boy was done the process of hair cutting. ഞാൻ നോക്കിയപ്പോൾ അവന്റെ ചെവിയുടെ താഴെ മുഴുവൻ കംപ്ലീറ്റ് അങ്ങ് എടുത്തു മുടി. It is said that under the ear the entire hair is removed. ബാക്കിയുള്ളതെല്ലാം ഒരു കലം കമിഴ്ത്തിയതുപോലെ അങ്ങനെ ഇരിക്കുക ചെയ്യുന്നത്. It is like a pot that is kept upside down. The entire head is shapened. ഞാൻ കടക്കാരനോട് ചോദിച്ചു, ആ കുട്ടിയോട് എന്തിനാ ഈ ദ്രോഹം ചെയ്തതെന്ന് ചോദിച്ചു. I asked the artist, why are you treacherously dealing with that boy? ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇതാ മഷ്റൂം കട്ട് എന്ന് പറയുന്നത്. Pastor, this is called mushroom cut. പുതിയ കണ്ടുപിടിച്ചവ. This is a new invention. ചിലരുടെ തലമുടി കൈതച്ചക്കയുടെ മുള്ളുപോലെ മേലോട്ടിരിക്കും. Some people like the thorn of that pineapple. പെൺകുട്ടികളുടെ കാര്യം പറയും വേണ്ട. Girls' cases let us not refer to. ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കുക. Running after the course of this world. ഓരോ ദിവസവും വസ്ത്രധാരണ രീതി മാറിക്കൊണ്ടിരിക്കുക. As days pass by, dress code changes. ജീവിത ശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. Lifestyle changes day by day. ലോകത്തിന്റെ മോഹം നാശമാണെന്ന് മനസ്സിലാക്കി. Understand, lust of the world is simply corruption. നമ്മുടെ കർത്താവ് യേശു എന്താണ് പറഞ്ഞത്? What did Lord Jesus Christ say? നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. Wide is the way unto destruction. അത് കണ്ടെത്തുന്നവർ അനേകരാകുന്നു. Many people find out the same way. കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തിന്റെ മോഹങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുക. Millions of people are getting entangled into the lust of this world. പ്രിയ സഹോദര, അവസാനം നാശമായിരിക്കും. Beloved brother, you are going to meet only destruction. ഒന്നാം സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to 6th verse of the first psalm, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, the psalmist says, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. the way of the wicked is destructive. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. Way of the sinners, wicked is destruction. ആരാണ് ദുഷ്ടൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What is meant by this wicked? ദുഷ്ടൻ എന്ന് പറയുമ്പോൾ അഭക്തൻ എന്നാണ് അതിന്റെ അർത്ഥം. Wicked means ungodly. ഒരു അഭക്തന്റെ യഥാർത്ഥ ചിത്രം 73 സങ്കീർത്തനത്തിൽ കാണാം. In Psalm 73, we get a real portrait of an ungodly man. ദുഷ്ടന്റെ സ്വഭാവം മനോഹരമായിട്ട് അവിടെ വിവരിച്ചിട്ടുണ്ട്. Beautifully, wicked's nature is portrayed there. അതിന്റെ 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, Same Psalm verse number 8. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. And they wickedly mocking at and telling slander. അവർ ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു. With the lofty spirit they are talking. ദൈവം എങ്ങനെ അറിയുന്നു? God, how does God know? അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ ചോദിക്കുന്നു. The Most High, does he understand? They are asking. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. This is how the wicked people behave. എന്നാൽ അതിന്റെ അവസാനത്തിൽ വായിക്കുന്നു, And at the end, നീ അവരെ നാശത്തിലേക്ക് തള്ളിയിടുന്നു. the one pushing them under destruction. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യരെ ഈ നിലവാരത്തിൽ കാണാൻ സാധിക്കും. Today, in the present world, plenty of people live this type of life. ദൈവത്തിന് അറിവുണ്ടോ എന്നാ ചോദിക്കുന്നത്. They are asking, is God aware? ദൈവം എങ്ങനെ അറിയുന്നു എന്നാ ചോദിക്കുന്നത്. How does God come to know? അവർ ഉന്നതഭാവത്തോടെ The സംസാരിക്കുകയും lofty spirit they are talking. അവർ പരിഹസിച്ച് ഭീഷണി പറയുകയാണ് ചെയ്യുന്നത്. In a mocking spirit, they are giving slander. സഹോദര, യാത്ര നാശത്തിലേക്ക്. But on your journeying under destruction, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമെന്ന് പറഞ്ഞിരിക്കും. the way of the wicked is perishment. ആകയാൽ ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുവീ. Therefore, fear God. അല്ലെങ്കിൽ ജീവിത വഴികൾ നാശം പതിയിരിപ്പുണ്ട്. It was stealthily destruction waiting in the journey of life. സദൃശവാക്യം 18:12 വരുമ്പോൾ Proverbs chapter 18 verse 12. മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കും. We know another nature that is drawing man under destruction. അത് മനുഷ്യന്റെ ഹൃദയത്തിലെ നിഗളമാകുന്നു. That is the arrogance, pride in human heart. കഴിഞ്ഞ രാത്രി നമ്മൾ അതിനെക്കുറിച്ച് അല്പം ചിന്തിച്ചത്. Last night to some extent we discussed this. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കും. Before destruction, man will have a haughty spirit. നിഗളിക്കുന്ന ഒരു മനുഷ്യന്റെ നാശം ഈ ലോകത്തിൽ വെച്ചും സംഭവിക്കും, നിത്യതയിലും ഉണ്ടായിരിക്കും. The haughty spirit man will fall in this world. In eternity, he'll move under destruction. നമുക്കറിയാമല്ലോ നെബൂഖദ്നേസറിനെ കുറിച്ച്. We know the history of Nebuchadnezzar. അവന്റെ ഹൃദയം നിഗളിച്ചു പോയി. His heart was lofty. അവന് രാജധാനി കണ്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ഉയർച്ച അവന് കടന്നു വന്നു. On seeing his regal palace, he had a lifted spirit. അവൻ പുറത്തു പറഞ്ഞെങ്കിൽ വേണ്ടില്ല. He did not say outside. അറിയാതെ അവന്റെ ആത്മാവിൽ ഇങ്ങനൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ. Unknowingly, in the spirit, he has such thoughts. ഇതെല്ലാം എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് ഉണ്ടാക്കിയതല്ലേ. This is not the Babylon made because of pomp and power. ഇതൊന്ന് ചിന്തിച്ചതേ നെബൂഖദ്നേസറിന് ഓർമ്മയുള്ളൂ. Simply, Nebuchadnezzar thought about this. ആളിന് വട്ടായി പോയി. He becomes insane. ദൈവത്തിന്റെ ക്രോധം അവിടേക്ക് ഇറങ്ങി. The wrath of God befell him. ആള് നേരെ പോയത് വനത്തിലേക്കാ പോയത്. Straight away, he went to the jungle. കൊട്ടാരത്തിലെ രാജകീയ ഭോജനമൊന്നും ഇപ്പോൾ ആശാന് വേണ്ട. Now he is not satisfied with the royal meat in the palace. അവിടെ കാട്ടുകഴുതയുടെ കൂടെ പുല്ല് പറിച്ചു നിന്നുകൊണ്ടിരിക്കുക. With
the mule is grazing the grass. ഭ്രാന്തനായിട്ട് അവൻ അവിടെ ജീവിക്കേണ്ട വന്നു. As an insane person, he had to spend the days. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാനം നമുക്കറിയാൻ സാധിക്കും. We know the end of Alexander the Great. വളരെ ചെറിയ പ്രായത്തില് രാജ്യത്വം ഏറ്റെടുത്തത്. At the proper prime of the days, he came to the throne. ഇപ്പോൾ ലോകം മുഴുവനും പിടിച്ചെടുക്കണമെന്നും പറഞ്ഞ ആവേശത്തോടെ പുറപ്പെട്ടതാ. He had the enthusiasm to conquer the whole world. പക്ഷേ സംഭവിച്ച 33-ാം വയസ്സിൽ ലോകം വിട്ടുപോയി. Alas, at the age of 33, he got to bid farewell to this world. അയാൾ ഹൃദയത്തിൽ ഉന്നതഭാവവും നികളവും വയ്ക്കരുത്. If there is lofty spirit and haughty nature in the heart, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് തന്നെ കൊടുത്തേക്കണം. he must give the due honor to God. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അടികൊണ്ടൊരു രാജാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു. The Bible speaks of a king who was smitten as he fails to give the due honor to God. അപ്പോസ്തലപ്രവൃത്തി 12:23. Acts Apostles chapter 2 verse 23. അവന്റെ പേര് ഹേരോദാവ് അന്തിപ്പാസ് എന്നാണ്. His name is Antipas. അവന് പ്രസംഗിച്ചു. He preached. അവന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനമെല്ലാം പറഞ്ഞു ഒരു ദേവന്റെ ശബ്ദം പോലിരിക്കുന്നത്. God gave the message. People said it is like the voice of God. ഓ ഇത് കേട്ടപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല. God gave this. He did not humble himself. മഹത്വം ദൈവത്തിന് കൊടുത്തില്ല. He did not give the honor to God. മുഴു മഹത്വം അവനെടുത്ത് അവനങ്ങോട്ട് പ്രശംസിക്കാൻ തുടങ്ങി. He took then the glory. He started becoming glorified. സംഭവിച്ചതെന്നറിയാമോ? You know what was the consequence? ദൈവത്തിന്റെ ദൂതൻ ഒരു ഒറ്റ അടി വെച്ചു കൊടുത്തു. The angel of God smote him. മനുഷ്യരുടെ കയ്യിൽ അടികൊള്ളുന്നവനല്ല ദൂതന്മാരുടെ കയ്യിൽ അടികൊള്ളുന്നത്. It is a different story. Getting beaten from the hands of angels. അത് കൊണ്ട് ഹെരോദാവ് അന്തിപ്പാസിനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. You ask Antipas who is smitten, he'll tell the consequences. മനുഷ്യൻ അടിച്ചാൽ ആദ്യം ചാകും പിന്നെ പുഴുക്കും. If man smites, first you will die, then you'll be rotten. മനുഷ്യന്റെ കയ്യിൽ അടി കൊണ്ടാൽ ആദ്യം ചത്തിട്ടേ പുഴുക്കത്തുള്ളൂ. If you're smitten by man, first the person will die, then after it will be decayed. പക്ഷെ ദൂതന്റെ കയ്യിൽ അടി കൊണ്ടാൽ അങ്ങനല്ലേ. But what's the smitten with the rage is quite different. ആദ്യം പുഴുക്കും പിന്നെ ചാവും. First rotten with worms, then he will die. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു വന്നാ പറഞ്ഞിരിക്കുന്നത്. He is victimized to the worms and he gave up his ghost. അടികൊണ്ട് കടന്ന് പുഴുത്തുപോയി എന്നർത്ഥം. Which means he is smitten and he is decayed. അയാൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നിത്യനാശത്തെ വിട്ട് ഒഴിഞ്ഞു വെക്കും. Wherever people of God escape eternal corruption. ഗലാത്യലേഖനം 6-ാം വാക്യം. Galatians chapter 6 verse 8. നാശത്തിലേക്ക് പോകുന്ന മറ്റൊരു കൂട്ടരെ കാണുവാൻ സാധിക്കും. We read about another group that is moving into destruction. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുമെന്ന് പറഞ്ഞിരിക്കും. He that sows in the flesh shall reap in the flesh. എന്താ ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What is meant by sowing in the flesh? ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ അവൻ ആശ്രയിക്കുക. Without trusting in the Lord, trusting in his own self. സ്വന്തം കഴിവിൽ പ്രശംസിക്കുന്നവൻ, Having all claim in God's ability. സ്വന്തം പ്രാപ്തിയിൽ പുകഴുന്നവൻ. Praising in his own capacity. സഹോദര, ജീവിതത്തിന്റെ അന്ത്യം നാശമായിരിക്കും. Whether your end shall be destruction. അത് ഭവിക്കാതിരിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ്. Not to be victimized, you must trust in the Lord. ആകയാൽ നിത്യനാശമെന്ന ശിക്ഷാവിധിയിൽ നമുക്ക് രക്ഷപ്പെടാം. Therefore let us escape the eternal corruption. That's the punishment of God. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടവാൻ. Naphtali is a hind walking freely. ലോകത്തിൽ എത്രയോ മനുഷ്യർ പാപത്തിനടിമകളായി ജീവിക്കുന്നു. Plenty people are enslaved to sinful things of the world. എത്രയോ മനുഷ്യർ മരണഭയത്തിനടിമകളായി ജീവിക്കുന്നു. Many people enslaved to the fear of death. എത്രയോ മനുഷ്യർ സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമകളായി ജീവിക്കുന്നു. Many enslaved to worshipping gods which are not really gods. എത്രയോ മനുഷ്യർ അല്പബുദ്ധിക്ക് അടിമകളായി ജീവിക്കുന്നു. Many enslaved to ignorance in their life. എത്രയോ മനുഷ്യർ നിത്യനാശത്തിന് അടിമകളായി ജീവിക്കുന്നു. Many enslaved to the spirit of eternal damnation. ആകയാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും Therefore, find us kept therefrom. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടവാൻ. Naphtali is a hind walking freely. എങ്ങനെ നമുക്ക് ആ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധിക്കും? How can we come to that experience? കഴിഞ്ഞ രാത്രി നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചു. Last night we meditated on the same. ഓ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് God sent his son to the world. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ John's Gospel chapter 3 verse 17. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. Where we come to read. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് God sent his son to the world. അവനാൽ ലോകത്തെ ന്യായം വിധിക്കുവാനല്ല, Not to condemn the world through him. ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. But to save the world through him. ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് അവനാൽ ലോകത്തെ ന്യായം വിധിക്കുവാനല്ല, Christ was sent to the world not to execute judgment through Christ. അവനാൽ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. Rather to save the world through him. ആകെ യേശു ക്രിസ്തുവിലൂടെ രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് Therefore understand there is salvation through Christ Jesus. അതുകൊണ്ടാണ് യോഹന്നാൻ 8:36 നമ്മൾ വായിക്കുന്നത്. John's Gospel chapter 8 verse 36. പുത്രൻ നമ്മെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരായിരിക്കും. The son says us free, we shall be indeed free. യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. Let us move on to Jesus Christ. അവൻ ഭക്തന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ ലോകത്തിൽ വന്നു. He commands deliverance to captives. തടവുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ലോകത്തിലേക്ക് വന്നു. He commands freedom to the bound for which he came to the world. പാപത്തിന്റെ ചങ്ങലകളെ നമുക്ക് പൊട്ടിച്ചെറിയാം. Let us answer the fetters of sin. മരണഭയത്തിന്റെ ചങ്ങലകളെ നമുക്ക് പൊട്ടിച്ചെറിയാം. Let us get away the fetters of the fear of death. അന്യദൈവങ്ങളുടെ കെട്ടുകൾ നമുക്ക്
നമുക്ക് പുറത്തു വരാം. Let us get away the bindings of strange gods. അല്പജ്ഞാനത്തിന്റെ ചങ്ങലയിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാം. Let us find deliverance from the fetters of ignorance. നിത്യനാശത്തിന്റെ കെട്ടുകളെ നമുക്ക് പൊട്ടിച്ചെറിയാം. Let us get away the bindings of eternal damnation. ഓ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരോ. Jesus makes you free, you'll be indeed free. യേശു പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ലോകത്തിൽ വന്നു. Jesus came to the world, he did not liberate you from sin. യേശു മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ലോകത്തിൽ വന്നു. Jesus came here to deliver you from death. യേശു സത്യദൈവം അവനെ വിശ്വസിക്കുന്ന ന്യായവിധിയിൽ നിന്ന് പറയുവാൻ ലോകത്തിൽ വന്നു. Jesus came to the world not to proclaim judgment, whomsoever does not believe in him. യഥാർത്ഥ ദൈവജ്ഞാനം പകർന്നു കൊടുക്കാൻ ലോകത്തിൽ വന്നു. Jesus came to supply real knowledge about him. നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ ലോകത്തിൽ വന്നു. He came to the world to deliver from eternal damnation. ആകയാൽ പുത്രൻ നമ്മെ സ്വതന്ത്രരാക്കി തീർക്കട്ടെ. Therefore, let the Son make us free. യേശുവിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. Let us be drawn closer to Jesus. അവന്റെ പുത്രൻ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ The ശുദ്ധീകരിക്കും. blood of his Son Jesus Christ cleanses, sanctifies from all our sins. മാനവജാതിയുടെ പാപത്തിന്റെ മോചനത്തിന് ഒരേ ഒരു മാർഗമേ ലോകത്തിലുള്ളൂ. That's only one way in the world to find forgiveness of the sins of mankind. ഇന്ന് പല മനുഷ്യർ പല മാർഗങ്ങൾ തേടി അനേകയാണ്. Today man is going in search of different ways. ഇല്ല സഹോദര, യേശുവിലേക്ക് വാ. No brother, simply turn to Jesus. അവന്റെ രക്തം പുണ്യാഹ രക്തമാണ്. His blood is a sprinkled one. അവന്റെ രക്തം നിർദോഷ രക്തമാണ്. His blood is an unblameable one. അവന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. His blood is a pure one. അത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. His blood talking better things. ആ രക്തത്തിൽ നിന്നെ വിടുവിക്കുവാൻ സാധിക്കും. That blood is able to deliver you. രണ്ടാമത് ചെയ്യേണ്ടിയിരിക്കുന്നത് Secondly, what you have to do is റോമലേഖനം 8 2 വാക്യത്തിലേക്ക് വരുമ്പോൾ Romans chapter 8 in the second verse. അവിടെ നമ്മൾ ഇപ്രകാരം In വായിക്കുന്നു. that passage we come to read ജീവന്റെ ആത്മാവിന്റെ പ്രമാണം the law of the spirit of life പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. that fetches freedom from the spirit of the law and sin. നിന്റെ ഹൃദയത്തിൽ പ്രമാണം എഴുതണം. The law should be written in your heart. ഏത് പ്രമാണമാണ് എഴുതേണ്ടത്? Which law should be written? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എഴുതണം. It is the law of the spirit of life. നിന്റെ ഭരിക്കുന്ന പാപത്തിന്റെ ശക്തി ഉണ്ടല്ലോ, If there is a sinful power which is നിന്നെ dominating, ഭരിക്കുന്ന മരണത്തിന്റെ ശക്തി ഉണ്ടല്ലോ, there is a power that is dominating. ആ ശക്തി നിന്നെ വിട്ടു പോകുമോ? That will to flee away from you. പാപത്തിന്റെ അടിമത്തം വിട്ടു പോകുമോ? For deliverance from the captivity of death. മരണത്തിന്റെ അടിമ ഭയം നിന്നെ വിട്ടു പോകുമോ? Be free from the spirit of fear. ജീവന്റെ ആത്മാവ് നിന്നിലേക്ക് വരട്ടെ. Let the spirit of life come into you. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരട്ടെ. Let the Holy Spirit come into you. തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു, Word of God proclaims, അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ അടിമണ്ണുകൾ തകരൂ. by the power of anointing, the yoke of bondage shall be broken. നീ ആത്മാവിനെ ആരാധിക്കുമ്പോൾ അടിമത്തങ്ങൾ തകർന്ന് താഴെ വീഴൂ. As we worship with the spirits, yoke of bondage shall be broken down. ആകെ നഫ്താലിയെ പോലെ നമുക്ക് നടക്കുന്നവരായി തീരും. Therefore, let us freely walk like Naphtali. നഫ്താലി സ്വതന്ത്രയെ നടക്കുന്ന പേടമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. Naphtali is a hind walking freely. നഫ്താലി പേടമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. Naphtali is a hind. ഉത്തമഗീതം 2-ാധ്യായം Come to Song of Solomon chapter 2, 9 വാക്യവും 17 വാക്യവും വായിക്കുമ്പോൾ verse number 9 and 17. അവിടെ ക്രിസ്തുവിനെ കലമാൻ എന്നാ പറഞ്ഞിരിക്കുന്നു. Christ is portrayed as raw. ക്രിസ്തു കലമാനാണെങ്കിൽ സഭ പേടമാനാകുന്നു. If Christ is a raw at the heart, church is the hind. ആകെ പേടമാൻ എന്ന് പറയുന്നത് സഭയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. Therefore, hind speaks about the church. നഫ്താലി പേടമാൻ എന്ന് പറയുമ്പോൾ Naphtali is a raw, is a hind. ഇതാ ഒരു കലമാനുണ്ട്, അത് നമ്മുടെ യേശു. There is a raw, that is Jesus Christ. അവർ താഴ്വരകളും കുന്നുകളും ചാടി ഓടി കൊതിച്ചു വരുന്നവർ. He is leaping over the valleys and gales, jumping and coming here. ചെറുമാനിന് കലക്കുട്ടിക്ക് തുല്യ. He is equal to the raw at the heart. യേശു കലമാനാകുന്നുവെങ്കിൽ Jesus is a raw. സഭ പേടമാനാകുന്നു. Church is a hind. അതുകൊണ്ടാണ് വിളിക്കുന്നത് നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന. It is said that therefore Naphtali is walking freely. ആകെ പേടമാൻ സ്വതന്ത്രയായി ജീവിച്ചു കൊള്ളണം. The hind also should be free. പേടമാൻ എന്ന് പറയുമ്പോൾ Hind means ദൈവത്തിന്റെ വചനത്തിൽ പേടമാനെ 3 കാര്യങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. word of God. The hind is compared to 3 things. ഒന്ന്, മലകളിൽ വേഗതയോടെ സഞ്ചരിക്കുന്ന ജീവിയാണ് പേടമാൻ. The hind is an animal that is walking fast on the hills. 2, ക്രിസ്തുവിനോടുള്ള സഭയുടെ പ്രേമത്തെ പേടമാനോട് ഉപമിച്ചിരിക്കുന്നു. Secondly, the love of Christ to the church is compared to the hind. 3, സഭയുടെ സൗന്ദര്യത്തെ പേടമാനോട് ഉപമിച്ചിരിക്കുന്നു. Thirdly, the beauty of the church is compared to the hind. ആകെ നഫ്താലി പേടമാൻ എന്ന് പറയുമ്പോൾ Therefore, Naphtali is a hind. ഈ 3 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. We must have these 3 experiences in our life. ഒന്ന്, പേടമാനെ പോലെ വേഗതയുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതം. First, our life should be as fast as a hind. ഹബക്കൂക്കിന്റെ പ്രവചനം 3-9 വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Habakkuk chapter 3 verse number 9. അവിടെ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, In
the words of the prophet, യഹോവയായ കർത്താവിന്റെ ബലം, the Lord God is my strength. യഹോവയായ കർത്താവിന്റെ ബലം, The Lord God is my strength. അവൻ എന്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി. He makes my feet like the feet of the hind. അതുകൊണ്ട് ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കിയിരിക്കുന്നു. Therefore he makes him walk on the high places. പേടവാനുകൾക്ക് മാത്രമേ ഉന്നതികളിൽ അതിവേഗത്തിൽ ഓടുവാൻ സാധിക്കത്തുള്ളൂ. Only the hind can walk fast, run fast on the high places. വിശ്വാസജീവിതത്തിന്റെ പരീക്ഷകൾ, During the months of trials of faith, പ്രതിസന്ധികൾ, crisis, കഷ്ടങ്ങൾ, sufferings, ദുർഘട പർവ്വതങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ perilous mountains looming large before us. ഈ ദുർഘട പർവ്വതങ്ങളെ ഓടിക്കടക്കുവാൻ, We try to outdo, leap over the mountains, പ്രതിസന്ധിയുടെ ദുർഘട പർവ്വതത്തെ ഓടിക്കടക്കുവാൻ, outgo the crisis of high mountains, കഷ്ടതയുടെ ദുർഘട പർവ്വതത്തെ ഓടിക്കടക്കുവാൻ, leap over the mountains of sufferings, നിന്ദയുടെ അപമാനത്തിന് ദുർഘട പർവ്വതങ്ങളെ ഓടിക്കടക്കുവാൻ leap over the mountains of reproaches and vilifications. നിനക്ക് പേടമാന്റെ കാലുകൾ ആവശ്യമാണ്. You need to have them feet to the hind. മലകളിൽ അതിവേഗം ഓടുവാൻ പേടമാനെ കൊണ്ട് സാധിക്കും. Only the hind can move fast in the cliffs. അതുകൊണ്ടാണ് സാധു കൊച്ചുഞ്ഞുദേശി ഇങ്ങനെ പാടിയിട്ടുണ്ട്. Therefore, evangelist Sadhu Kochugunju sang. അറിയാവുന്നവരെല്ലാം കൂടെ എന്നോട് ചേർന്ന് പാടിക്കൊള്ളണം. Those who know, please join me. വൈഷമ്യമുള്ളേതുകുന്നും കരകേറി നടകൊള്ളുവാൻ, വൈഷമ്യമുള്ളേതുകുന്നും കരകേറി നടകൊള്ളുവാൻ, രക്ഷകൻ കാലുകൾക്കു വേഗമാൻ, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. പ്രിയ മക്കളെ, വിശ്വാസ ജീവിതത്തിൽ വൈഷമ്യ കുന്നുകൾ നമ്മൾ കയറേണ്ടതുണ്ട്. However, people of God, we have to trek upon mountains and challenges in the faith life. വിശ്വാസ ജീവിതം എന്ന സുഖകരമായ അവസ്ഥയായിരിക്കും. Faith journey is not a pleasant passage. നിന്ദകൾ സഹിക്കേണ്ടി വരും, You undergo sufferings, അപമാനങ്ങൾ സഹിക്കേണ്ടി വരും, undergo humiliations, ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരും, undergo persecutions, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. undergo crisis. നീ എന്താണ് വിളിച്ചു പറയേണ്ടത്? What should you proclaim? യഹോവയായ കർത്താവിന്റെ ബലം, The Lord God is my strength. യഹോവയായ കർത്താവിന്റെ ബലം. Lord God is my strength. അതുകൊണ്ട് ഞാൻ ഈ കുന്നുകളെ ചാടിക്കടക്കും. Therefore, I will leap over the mountains. ഉന്നതികളിലൂടെ അവൻ എന്നെ നടത്തിക്കൊണ്ടുപോകും. He is leading me through the pinnacles. ആകയാൽ നമുക്ക് വിളിച്ചു പറയാം, Therefore, let us proclaim. ഞാൻ നഫ്താലിയായ പേടമാനാകുന്നു, I am the hind of Naphtali. ഞാൻ മണവാട്ടിയായ നഫ്താലിയാകുന്നു. And Naphtali the bride. രണ്ടാമത് നഫ്താലിയെ കുറിച്ച് പറയുമ്പോൾ The second interpretation of Naphtali ഈ is പേടമാന്റെ മറ്റൊരു സ്വഭാവം, under character of this അത് hind. ക്രിസ്തുവിനുള്ള പ്രേമത്തെ വെളിപ്പെടുത്തി കാണിക്കുക. Speaks about the love of Christ. ക്രിസ്തുവും സഭയും തമ്മിലുള്ള പ്രേമമാണ് ഈ പേടമാനിലൂടെ കാണുവാൻ സാധിക്കുന്നത്. Love between Christ and church is typified through this hind. ഉത്തമഗീത 2-7 വാക്യത്തിലേക്ക് വരുമ്പോൾ Son of Solomon, chapter 2, verse number 7. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, In that passage we read, യെരൂശലേം പുത്രിമാരെ, daughters of Jerusalem, പേടമാനുകളാണ്, they are hinds. പ്രേമത്തിന് ഇഷ്ടമാകുമ്പോഴും അതിന് ഇളക്കരുത്, ഉണർത്തരുത്. Tell ye one face unto the love, do not shake the same. ആകെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പ്രേമം Therefore the love between Christ and the church. എന്താണ്? സ്നേഹത്തിന്റെ പ്രത്യേകത. What is the specialty of that love? ഉത്തമഗീത 7 വാക്യത്തിൽ നമ്മൾ വായിക്കും, Son of Solomon, chapter 8, verse 7. ഏറിയ വെള്ളങ്ങൾക്ക് ആ പ്രേമത്തെ കെടുത്തിക്കളയുവാൻ സാധിക്കും. Very waters cannot quench that love. ഏറിയ വെള്ളങ്ങൾക്ക് ആ പ്രേമത്തെ കെടുത്തിക്കളയുവാൻ സാധിക്കത്തില്ല. Very waters cannot quench that love. നദികളെ പ്രേമത്തെ മുക്കിക്കളയത്തില്ല. Rivers cannot immerse that love. ഇന്ന് രാത്രി നിങ്ങൾ വിളിച്ചു പറയുവീ, Tonight proclaim, എന്റെ പ്രേമം പേടമാനിന്റെ പ്രേമമാകുന്നു. my feet are like the hind. ഏറിയ വെള്ളങ്ങൾക്ക് അതിനെ കെടുത്തുവാൻ സാധിക്കത്തില്ല. Very waters cannot quench my love. നദികൾ ഈ സ്നേഹത്തെ മുക്കിക്കളയത്തില്ല. Rivers cannot maroon this love. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, Therefore, in the verse of Saint Paul, ക്രിസ്തുവിന്റെ പ്രേമത്തിൽ നിന്നെ വേർതിരിക്കുവാൻ ആർക്കും സാധിക്കും? who shall separate me from the love of Christ? എന്റെ കർത്താവുള്ള സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കുവാൻ ആർക്കും സാധിക്കും? Who shall separate me from the love of my Christ? കഷ്ടതയോ, Sufferings, പട്ടിണിയോ, salvation, നഗ്നതയോ, nakedness, ഉപദ്രവമോ, persecution, ഇപ്പോഴുള്ളതിനോ, what now, വരുവാനുള്ളതിനോ, yet to come, ഉയരത്തിനോ, high, ആഴത്തിനോ, or deep, ദൂതന്മാർക്കോ, with angels, മറ്റൊരു സൃഷ്ടിക്കോ, any creature. എന്റെ കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കുവാൻ കഴിയത്തിൽ ഞാൻ ഉറച്ചിരിക്കുന്നു. I'm sure they cannot separate me from the love of Christ. എന്താണ് ഇതിന്റെ കാരണമെന്നറിയാമോ? You know what is the reason behind this? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം Because through him that loved us, ഇവയിലൊക്കെ ജയം പ്രാപിച്ചിരിക്കുന്നു. we attain victory in everything. ഇന്ന് രാത്രി പറയാൻ കഴിയുന്ന നമുക്ക് കരങ്ങളെത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, നമ്മുടെ സ്നേഹം പേടമാന്റെ സ്നേഹമായിരിക്കും. how long should we that of the hind? പ്രതിസന്ധികളെ തളർന്നു പോകാത്ത സ്നേഹം. Now not drowning in crisis. പരിശോധനകളുടെ പെരുവെള്ളം നമ്മുടെ മീതെ കടന്നു വരുമ്പോൾ, When the waves, waters and challenges come against us, നിന്ദകൾ മലവെള്ളം പോലെ നമ്മുടെ നേരെ ഒഴുകിയെത്തുമ്പോൾ, when reproaches come against like wild waters, കഷ്ടതയുടെ നദി നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ, when the rivers of sufferings come against us, ഏറിയ വെള്ളങ്ങൾക്ക് ആ പ്രേമാഗ്നിയെ കെടുത്തുവാൻ സാധിക്കും. many waters cannot quench the indignation of love. യെരൂശലേം പുത്രിമാരെ, Daughters of Jerusalem, പേടമാനുകളാണ് ഈ പ്രേമത്തെ ഉണർത്തരുത്. and the other hinds do not awaken. നമ്മുടെ കർത്താവിനോട് നമ്മുടെ സ്നേഹം അതുല്യമായിരിക്കും. Therefore, we have a unique love towards our Lord. ലോകത്തിലൊന്നിനാലും ആ സ്നേഹത്തെ വേർപിരിക്കുവാൻ സാധിക്കത്തില്ല. Nothing from this world can separate that love from God. ഏതവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് ഇത് ആവർത്തിച്ചു പറയാം. Any state we can confess the same unto God. സമയം കടന്നുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. Let me move on to the next subjects. മൂന്നാമത് പേടമാൻ എന്ന് പറയുമ്പോൾ, Thirdly, the hind refers to, അത് അതിന്റെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തി. speaks about his sublimity. സദൃശവാക്യം 5:19 വരുമ്പോൾ, Proverbs chapter 5 verse 90. അവിടെ കൗതുകമുള്ള പേടമാൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. We read about the subtle hind. പേടമാൻ കൗതുകമുള്ള പേടമാൻ. It is full of sublimity, beauty. എന്താണ് കൗതുകമുള്ള പേടമാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? What is the pretty aspect of this hind? അതതിന്റെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തി Speaks കാണിക്കും. towards the beauty. ആകയാൽ ദൈവത്തിന്റെ ജനത്തിനൊരു സൗന്ദര്യമുണ്ട്. Therefore, there is a beauty for the people of God. അത് മനസ്സിലാക്കിക്കൊള്ളണം. You must understand it. ദൈവജനത്തിനൊരു സൗന്ദര്യമുണ്ട്. There's a beauty for the people of God. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യന്റെ സൗന്ദര്യമുണ്ട്. For the saved child of God, there's a beauty. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവവൈദ്യന്റെ സൗന്ദര്യമുണ്ട്. There's a beauty for a child of God who is anointed. നൂറുകണക്കിന് രക്ഷിക്കപ്പെടാത്തവർ നിൽക്കട്ടെ. When hundreds of unsaved people are there, അതിനിടയിലെ അഭിഷേകം പ്രാപിച്ച ഒരാൾ നിന്നാൽ തന്റെ മുഖത്ത് ഒരു സൗന്ദര്യം ഉണ്ടായിരിക്കും. among them if there is an anointed person, there's a radiance on his face. ഞാൻ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു സംഭവം ഓർമ്മ വരികയാണ്. Recently I delivered instead of the time message in Idiki that comes to my memory now. യുടെ പ്രാരംഭകാലത്ത് നടന്നൊരു സംഭവമാണ്. Because even that took place at the beginning of our ministry. വിശുദ്ധന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. I heard this from our saints. നമ്മുടെ ഒരു പാസ്റ്റർ രാവിലെ റോഡിലൂടെ നടന്നു പോവുകയാണ്. One of the pastors was passing through the road early morning. നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. He put on nice uniform. തലയൊക്കെ മനോഹരമായി കുളിച്ച് ചീഹി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. He had combed his hair. കയ്യിലൊരു ബാഗുമുണ്ട്. He had a bag in his hand. ഞാൻ റോഡ് സൈഡിലൂടെ നടന്നു He പോയിക്കൊണ്ടിരിക്കുകയാണ്. is walking along the road. അപ്പൊ റോഡിലൂടെ ഒരു കാറ് അതിവേഗത്തിൽ വരുന്നുണ്ട്. A car was passing by fast. ആ കാറിൽ ധനാഠ്യനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. A rich man was seated in the car. തന്റെ ജീവിതത്തിൽ സമാധാനമില്ല. He had no peace in his life. താൻ ആത്മഹത്യ ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുകയാണ്. He was going to commit suicide. ഇഷ്ടംപോലെ പണമുണ്ട്. He had plenty of money. നല്ല വാഹനമുണ്ട്. He had got good vehicle. വലിയ വീടുകളുണ്ട്. He had got good mansion. ബിസിനസ് ഉണ്ട്. He had got business. പക്ഷെ സമാധാനമില്ല. And also, there's no peace. ജീവിക്കുന്നതിനേക്കാൾ മരിക്കും നല്ലത്. It is better to die than to live. മരിക്കുവാൻ ആഗ്രഹിച്ച് താൻ അലസമായി കാർ ഓടിച്ചു പോവുകയാണ്. Thirsty after death, he is running fast his vehicle. താനിങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോൾ As he was driving his car, റോഡ് സൈഡിലൂടെ നമ്മുടെ പാസ്റ്റർ നടന്നു പോകുന്ന ശ്രദ്ധിച്ചു. by the side of the road, he was noticing our pastor passing by. അറിയാതെ തന്റെ കണ്ണുകൾ ആ മുഖത്തേക്ക് ഒന്ന് ഉടക്കി. Unknowingly, he focused his eyes unto the തന്റെ pastor. ഹൃദയത്തിൽ വല്ലാത്തൊരു ചിന്ത കടന്നു വന്നു. He had a great thought. ആ മനുഷ്യന്റെ മുഖത്തൊരു തേജസ്സുണ്ട്. There's a glory on the face of the passerby. ആ മനുഷ്യന്റെ മുഖത്തൊരു സമാധാനമുണ്ട്. There's a peace on the face of the passerby. എന്തായിരിക്കും ആ മനുഷ്യന്റെ ആ സമാധാനത്തിന്റെ രഹസ്യം? You know what is the mystery of the peace in that man? താൻ കാറ് സൈഡിലോട്ട് നിർത്തി. He kept that aside. ആ ദൈവദാസനെ വിളിച്ചു. He called the servant of God. എവിടേക്ക് പോകുകയാണെന്നൊക്കെ ചോദിച്ചു. Where do you head for? അവിടേക്ക് ഇറക്കി വിടാമെന്ന് പറഞ്ഞു. I will give you a lift there. വണ്ടിയിൽ കയറ്റി അവർ ഒരുമിച്ച് യാത്രയായി. So he boarded the vehicle. Both continued the journey together. പോകുന്ന വഴിക്ക് സുവിശേഷം ആ പാസ്റ്റർ അങ്ങോട്ട് പറഞ്ഞു ഏൽപ്പിച്ചു. On the way, the pastor preached the gospel. അപ്പോൾ ആ വണ്ടിയുടെ ഉടമസ്ഥ ഒരു ചോദ്യം ചോദിച്ചു. The owner asked a question. എന്താണ് നടന്നു പോയത്? Why you were walking? പാസ്റ്റർ പറഞ്ഞു, വണ്ടിക്കൂലി കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്. Pastor replied, I don't have bus fare. താൻ ഞെട്ടിപ്പോയി. He was shocked. താൻ കോടിക്കണക്കിന് സമ്പത്തിന്റെ ഉടമ. He is a millionaire. വണ്ടിക്കൂലി കൊടുക്കുവാൻ കാശില്ലാത്ത ഒരു മനുഷ്യന്റെ മുഖത്ത് ഈ സന്തോഷം. There is great joy on the face of a person who does not have a proper bus fare. കുറെ കൂടെ മുന്നോട്ട് പോയി. He moved forward. ഭക്ഷണം കഴിച്ചോ, നമുക്ക് വല്ലതും കഴിക്കാം. Have we had some food? Let's have some food. 3 ദിവസമായിട്ട് വിശ്വാസപാനത്തിൽ ഒന്നും ഉണ്ടായിരുന്നു. 3 days passed by, no food in the faith home. ഞങ്ങൾ 3 ദിവസമായി പട്ടിണിയില്ല. For the past 3 days, we have been in hunger. ആ മനുഷ്യൻ തകർന്നു പോയി. He is broken. വണ്ടിക്കൂലിക്ക് പൈസയില്ലാത്തൊരു മനുഷ്യൻ. A man with a proper bus fare. 3 ദിവസം ആഹാരം കിട്ടാത്തൊരു മനുഷ്യൻ. Days passed with 3 days with a proper food. അദ്ദേഹത്തിന്റെ മുഖത്തൊരു സമാധാനം. On his face, there's a peace. ആ മുഖത്തുള്ള ദൈവതേജസ്. On his face, the glory of God. കരയുവാൻ അനുദപിക്കുവാൻ He started repenting and weeping. എന്നെ
കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God listening to me, ദൈവസഭയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട്. there's a beauty to the church of God. എന്താണ് നമ്മുടെ സൗന്ദര്യം What എന്നറിയാമോ? is our beauty? 96 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ വായിക്കുന്നു, Psalm 96 verse 9. വിശുദ്ധിയുടെ അലങ്കാരത്തോടെ ദൈവത്തെ The സ്തുതിപ്പിക്കും. beauty of holiness, worship the Lord. വിശുദ്ധിയുടെ അലങ്കാരത്തോടെ ദൈവത്തെ സ്തുതിപ്പിക്കും. Worship the Lord in the beauty of holiness. ദൈവജനത്തിന്റെ സൗന്ദര്യം നമ്മുടെ വിശുദ്ധിയാകുന്നു. The beauty of the people of God is our holiness. ദൈവത്തിന്റെ സൗന്ദര്യവും വിശുദ്ധിയാകുന്നു. The beauty of God is holiness. 50 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, Psalm 50, the second verse. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനും ദൈവം പ്രകാശിക്കും. God shines Zion the perfection of beauty. എന്താണ് ദൈവത്തിന്റെ സൗന്ദര്യം? What is the beauty of God? ദൈവത്തിന്റെ സൗന്ദര്യം അവന്റെ വിശുദ്ധിയാകുന്നു. The beauty of God is His holiness. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, നമ്മുടെ സൗന്ദര്യം നമ്മുടെ വിശുദ്ധിയായിരിക്കും. our beauty should be our holiness. രണ്ടാമത് നമ്മുടെ സൗന്ദര്യമുണ്ട്. Secondly, what is our beauty? 45 സങ്കീർത്തനം 10 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Psalm 48 verses 10 and 11. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, Now we come to read. അല്ലയോ കുമാരി കേൾക്കുക, Gaze not a hearken, നോക്കുക, hear, ചെവിചായിക്കുക, incline, നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും മറക്കുക. forget their own people and their father's house. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആകർഷിക്കും. So should the king greatly desire their beauty. എന്താണ് ദൈവജനത്തിന്റെ സൗന്ദര്യം? What's the beauty of the people of God? വേർപാടിന്റെ ജീവിതമാണ് നമ്മുടെ സൗന്ദര്യം. Our beauty is the life of separation. നമ്മൾ സകലതും മറന്നു വന്നവരാണ്. We have forgotten everything and have come forward. പിതൃഭവനത്തെ മറന്നു, Forgotten paternal home, പാരമ്പര്യങ്ങളെ മറന്നു. forgotten tradition. എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? What is the message of God to നിന്റെ us? സജ്ജനത്തെ മറക്കുക, Forget your kindred, നിന്റെ പിതൃഭവനത്തെ മറക്കുക. forget your father's house. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആകർഷിക്കും. Then the king shall desire their നിന്റെ beauty. വേർപാടിന്റെ ജീവിതമാണ് നിന്റെ സൗന്ദര്യം. Your beauty is the life of separation. ആകയാൽ വിശുദ്ധിയും വേർപാടും ദൈവസഭയുടെ സൗന്ദര്യമാണ്. Therefore, separation, holiness are the beauty of the church of God. ആകയാൽ നമുക്ക് വിളിച്ചു പറയോ, Let us proclaim, ഞാൻ നഫ്താലിയാണ്, I'm Naphtali, ഞാൻ സ്വതന്ത്രയായി നടക്കുന്ന പേടമാണ്, I'm kind, moving freely. ഞാൻ വിശുദ്ധിയുടെ സൗന്ദര്യത്തോടെ ജീവിക്കുന്നു, I live my life in the beauty of holiness. വേർപാടിന്റെ സൗന്ദര്യത്തോടെ ജീവിക്കുന്നു, I follow the separation of holiness. ക്രിസ്തുവിനുള്ള പ്രേമത്തിൽ ഞാൻ ജീവിക്കുന്നു, I maintain my love upon Christ. അവന്റെ ബലത്തിൽ ഞാൻ ജീവിക്കുന്നു. I live upon the strength in Him. അവസാനമായിട്ട് ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞ് I അവസാനിപ്പിക്കും. let me tell one more subject and wind നമ്മൾ up. വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ Let me come to the key words. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, Naphtali is a hind walking freely. അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കും. He gives goodly words. ദൈവസഭയുടെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറത്തു. There should be mellifluous words coming out of the mouth of the church of God. അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു പറഞ്ഞ അർത്ഥം, What is meant by gracious words? അത് ക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തി, Speaks about the beauty of Christ. അത് സഭ പ്രാപിക്കേണ്ട ക്രിസ്തുവിന്റെ സൗന്ദര്യമാണ്. Speaks the beauty that the church has to attain. 45 സങ്കീർത്തനം 2 വാക്യത്തിലേക്ക് വരുമ്പോൾ Psalm 45, the second verse. അവിടെ ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കണം, Concerning Christ, this is mentioned. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, The one most immediate among the Son of Man. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, The one fairer than the children of men. ലാവണ്യം നിന്റെ അതരങ്ങളിലുണ്ട്. Grace is poured into thy lips. എന്താണ് ക്രിസ്തുവിന്റെ സൗന്ദര്യം? What is the beauty of Christ? അവന്റെ വായിലെ ലാവണ്യമാണ് അവന്റെ It സൗന്ദര്യം. is a grace in his mouth is his beauty. ലൂക്കോസ് 4:22 വരുമ്പോൾ Luke chapter 4 verse 22. യേശുക്രിസ്തു ദേവാലയത്തിൽ ഉപദേശിച്ചത്, Lord Jesus Christ was teaching in the temple. എല്ലാവരും അവനെ പുകഴ്ത്തി. All praise to him. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്ക് നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു. Due to the gracious words emanated out of his mouth, people were amazed. പ്രിയ മക്കളെ, Beloved people of God, കർത്താവ് യേശുക്രിസ്തു ലാവണ്യമുള്ളവനാണ്. Lord Jesus Christ is full of grace. അവന്റെ അതരലാവണ്യം അവന്റെ സൗന്ദര്യമാണ്. And his lips are covered with the gracious beauty. നഫ്താലിയേ, Naphtali, നീയും ആ സൗന്ദര്യം പ്രാപിക്കുക. he was attained the same beauty. നമ്മുടെ സൗന്ദര്യം അതായിരിക്കട്ടെ. That should be our beauty. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, Naphtali is a hind going freely. അവന്റെ അധരങ്ങളിൽ ലാവണ്യ വാക്കുകളുണ്ട്. Gracious words are under his lips. എങ്ങനെ നമുക്ക് ആ ലാവണ്യ വാക്ക് പ്രാപിക്കാം? How can we attain the gracious words? എങ്ങനെ നമ്മുടെ അധരങ്ങളെ മനോഹരമാക്കി തീർക്കാം? How can we beautify our lips? സദൃശവാക്യം 22:11. Proverbs 22:11. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, In that passage we read, ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അതിൽ ലാവണ്യമുണ്ട്. he that is loving the fairness of the heart and that is gracious. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അതിൽ ലാവണ്യമുണ്ട്. He that loves the purity of the heart, that is grace in the lips. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ ഗ്രീക്ക് പ്രഭാഷണത്തിൽ പറഞ്ഞു, Lord Jesus Christ during his Mount Sermon, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, blessed are pure in the heart, അവർ ദൈവത്തെ കാണും. for they shall see God. തിരുവെഴുത്തെന്ന് പറയുന്നു, What does the word of God say? എങ്ങനെ നിനക്ക് അതരലാവണ്യം പ്രാപിക്കാം? How can you find this grace of lips? ഒരു ശുദ്ധിയുള്ള ഹൃദയം നിനക്കുണ്ടാവട്ടെ. We must have a pure heart. വക്രതയില്ലാത്തൊരു ഹൃദയം ഉണ്ടാവട്ടെ. You must have a heart without a frowardness. വഞ്ചനയില്ലാത്തൊരു ഹൃദയം You ഉണ്ടാവട്ടെ. must have a heart free from deceit. പകയില്ലാത്തൊരു ഹൃദയം You ഉണ്ടാവട്ടെ. must have a heart free from hatred. അസൂയില്ലാത്തൊരു ഹൃദയം You ഉണ്ടാവട്ടെ. must have a heart free from jealousy. You നികളമില്ലാത്തൊരു ഹൃദയം must ഉണ്ടാവട്ടെ. have a heart free from pride. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ്
നാവ് സംസാരിക്കുന്നത്. What is soulful in the heart is spoken by the tongue. നിന്റെ ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ, If there is a purity in the heart, നിന്റെ അധരങ്ങളിൽ ലാവണ്യം ഉണ്ടായിരിക്കും. there shall be grace in the lips. സഭാപ്രസംഗം 10:12 വരുമ്പോൾ Ecclesiastes chapter 10 verse 12. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, In that passage we read, ജ്ഞാനിയുടെ വായിലെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ്. words of the wise are full of grace. ഏതാണ് ആ ജ്ഞാനി എന്ന് പറയുന്നത്? Who is that wise man? ഓ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ സഭ. Beloved people of God, it is the church of God. സഭാപ്രസംഗിൽ ക്രിസ്തുവിനെയും ജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നു. Ecclesiastes, Christ is portrayed wise. ഓ ക്രിസ്തു ജ്ഞാനിയാണ്. Christ is wise. അവൻ ചെറിയൊരു പട്ടണത്തിൽ പാർത്തിരുന്ന ജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നു. He was a wise man dwelling in a small city. ഇവിടെ ദൈവസഭയെ ജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നു. Here the church of God is compared to wisdom. എന്താണ് ജ്ഞാനം? What is meant by this wisdom? ഓ അത് ലോകത്തിന്റെ ജ്ഞാനമല്ല. It is not the wisdom of the world. ലോകത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് തിരുവെഴുത്തെന്ന് പറയുന്നു. Concerning the wisdom of the world, what is the word of God ദൈവം saying? അതിനെ ഭോഷത്വമാക്കിയിരിക്കുന്നു. God befold it. അങ്ങനെയെങ്കിൽ ഏതാണ് നമ്മുടെ ജ്ഞാനം? That means which is our wisdom. നമ്മുടെ ജ്ഞാനം നമ്മുടെ ക്രിസ്തുവായിരിക്കും. Wisdom is of Christ. ഓ ക്രിസ്തുവാകും നമ്മുടെ ജ്ഞാനം. Yes, Christ is our wisdom. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി ലോകത്തിലേക്ക് വന്നു. He came to the world being wisdom from God for us. ക്രിസ്തുവിനെ അറിയുന്നതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. Knowing Christ is called the real wisdom. ആ ജ്ഞാനിയുടെ വായിൽ ആ ലാതര ലാവണ്യം ഉണ്ടായിരിക്കും. In his lips there shall be grace. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, Therefore, beloved people of God, ഹൃദയശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. with the fear in the hearts, let's lead our life. ദൈവപരിജ്ഞാനമുള്ളവരായി നമുക്ക് ജീവിക്കാം. Let us have the understanding of God. അതര ലാവണ്യമുള്ളവരായി നമുക്ക് Let ജീവിക്കാം. us have grace in our lips. ഹൃദയം നിറഞ്ഞുകവും ഇന്ന് വായി സംസാരിക്കുന്നു. Let what is soulful in the heart is spoken by the tongue. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. വിടകാലുകളെ മടക്കാം. Let us kneel down. ഈ കഴിഞ്ഞ 2 ദിവസം വചനം നമ്മൾ Now ധ്യാനിക്കുകയായിരുന്നു. the past 2 days we have been meditating on the word of God. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടവം. Naphtali is the hind walking freely. നമുക്ക് നഫ്താലിയായി മാറ്റപ്പെടാം. Let us become Naphtali. സ്വതന്ത്രയായി നമുക്ക് Let നടക്കാം. us walk freely. എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. May all the bindings be cut off. ഒരു പേടമാന്റെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. Let us the beauty of a hind in our life. ലാവണ്യ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാവട്ടെ. Let us have gracious words in our heart. ഓ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. Let us have the word of God in our lips. നമ്മുടെ വായിൽ നിന്ന് ജയത്തിന്റെ ഘോഷം മുഴങ്ങി Let കേൾക്കട്ടെ. us have the shout of proclamation of victory in our വായി lips. തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. Open our mouth and praise God. എല്ലാ ദൈവമക്കളും ദൈവത്തെ സന്തോഷം. Let's all rejoice in the Lord. പുഷ്ടി നിമിത്ത അടിമതുക തകർന്നു പോകണം. Due to Holy Spirit, bondages, yoke is broken. വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ Open your mouth and praise God. എവിടെ സ്തുതിയുടെ ഘോഷം മുഴങ്ങി കേൾക്കുന്നുവോ Where there is a shout of praising, അവിടെ അടിമതുക തകർന്നു വീഴും. yoke of bondages broken there. എവിടെ അഭിഷേകത്തിന്റെ പുഷ്ടിയുണ്ടോ Where there is a fatness of anointing, അവിടെ അടിമതുക തകർന്നു വീഴും. yoke of bondages broken there. ഇന്ന് രാത്രി സാത്താനൂടെ വീഴാൻ പോകുകയാണ്. Today the devil is going to fall here. സാത്താൻ മിന്നൽ പോലെ വീഴാൻ പോകുകയാണ്. Today is going to fall like the lightning. ചില അടിമത്തങ്ങൾ അടിഞ്ഞു വീഴാൻ പോകുകയാണ് ചെയ്യുന്നത്. Bondages are going to be putting down. നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ അടിമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു വീഴും. Tonight the bondage of a sin is going to be cut off. നിന്നെ കെട്ടിവച്ചിരിക്കുന്ന രോഗത്തിന്റെ അടിമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു വീഴും. Bondage of sickness, that is bondage is going to be cut off. നീ എത്രയോ നാളായി രോഗത്തെ For വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. long days you are worried about the sickness. പ്രിയ സഹോദര, ആ വ്യാധി ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകണം. But tonight the sickness is going to be healed of you. വായുതുറ ദൈവത്തെ സ്തുതിച്ചാണ്. Open your mouth and praise God. നമ്മുടെ ദൈവാത്ഭുതങ്ങളുടെ ദൈവമാണ്. God is a God of miracles. നമ്മുടെ ദൈവ അതിശയങ്ങളുടെ ദൈവമാണ്. God is a God of wonders. നമ്മുടെ ദൈവ സൗഖ്യമാക്കുന്ന ദൈവമാണ്. God is a God of healing. ഇന്ന് രാത്രി ആ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയും. Tonight taste and see that God. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവസ്ഥനാണ്. In my life I experience Him. ഈ കൺവെൻഷന് വേണ്ടി ഞാൻ കടന്നു വരുമ്പോൾ For this convention is coming. ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ കഴിയാതാണ് ഞാൻ കടന്നു വന്നത്. I thought I would not pronounce any word. ഞാൻ എത്രത്തോളം ബലഹീനായിരുന്നു. I was so weak. തുടർച്ചയായി ഞാൻ ചുമച്ചുകൊണ്ടായിരുന്നു. I was continuously coughing. ഞാൻ എറണാകുളത്ത് നിന്ന് പള്ളിപ്പാട് വരെ വാഹനത്തിൽ നിന്ന് ചുമക്കുകയായിരുന്നു. From Ernakulam Pallipad, I went on coughing. കർത്താവേ, ഞാൻ എവിടെ പോയി എങ്ങനെ ശുശ്രൂഷയെന്ന് ചോദിച്ചു. Hold on, how to do the ministry after reaching there? ഞാൻ വാഹനത്തിൽ വന്നിരുന്ന് കരയുകയായിരുന്നു. I was weeping in the vehicle. ഞാൻ റൂമിൽ വന്നുടനെ അപ്പച്ചനെ മുറിയിലേക്ക് കടന്നു വന്നു. After coming to the room, pastor came to the room. അപ്പച്ചനോട് എന്റെ സങ്കടം ഞാൻ ബോധിപ്പിച്ചു. I just reported my heart to the pastor. അപ്പച്ചനോട് ഒരു വാക്ക് പറഞ്ഞു. I told him. ഇവിടുന്ന് പോകുമ്പോൾ സൗഖ്യമായി മടങ്ങിപ്പോകും. He told, when you depart, you will go with the healing. എന്റെ ദൈവത്തിന്റെ കരമെന്നെ തൊട്ടു. The hand of God touched me. ദൈവത്തിന്റെ വചനം പറയുവാൻ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. God help me to proclaim the word of God. ആ ദൈവം ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. God has come to a message tonight. ഇന്ന് രാത്രി നിന്റെ കെട്ടുകൾ അഴിയും. Tonight the bindings are going to be cut off. സ്തുതിയുടെ ഘോഷം മുഴുവൻ കേൾക്കട്ടെ. May the shout of praise come up. എരികോ കോട്ടകൾ ഇടിഞ്ഞ് താഴെ വിടട്ടെ. May the foot of Jericho fall down. ആ പർവ്വതത്തെ നോക്കി നമുക്ക് വിളിച്ചു പറയാം. Look at the mountain and shout. നിന്റെ മേൽ ഞാൻ ആണിക്കല്ല് കയറ്റു. I will just pass the chief and stone. കൃപ എന്നാർത്തു വിളിക്കുവീ. Shout grace and grace. എല്ലാ നാവും ചലിക്കട്ടെ. Let every tongue move. ഇന്ന് രാത്രി ഒരു നാവ് പോലും മൗനമായിട്ടിരിക്കരുത്. Not I should remain silent tonight. ദൈവസ്ഥന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. Church of God wants it is beauty. ഒരു
വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ, have the desire to find deliverance, കൃപ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ, those who have grace, സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ, those who have liberty, ദൈവം കൊണ്ട് ആൺകുട്ടിയായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ, those who want to become the overcoming man child, കാഹളത്തിൽ രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, those who transfer the shout of the trump of God, സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, those who want to rapture the throne of God. വായ തുറന്ന് നിലവിളിക്കുവേ, Open your mouth and cry. ഉറക്ക ദൈവത്തെ സ്തുതിക്കുവേ. Open your mouth and cry. സ്തോത്രം സ്തുതികളിൻ ഘോഷം മുഴങ്ങിടട്ടെ, സ്തോത്രം സ്തുതികളിൻ ഘോഷം മുഴങ്ങിടട്ടെ, സാത്താനും സൈന്യവും ഓടിയിടട്ടെ, സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ, അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ, സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ, അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ, സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ, സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ, സമാനം സൈന്യവും ഓടിടട്ടെ, സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ, അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ, സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ, അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ, സ്തോത്ര സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ, സ്തോത്ര സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ, സകല സൈന്യവും ഓടിടട്ടെ, സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ, അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ, 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 സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ, അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ. Hallelujah, hallelujah, hallelujah. Amen, hallelujah, hallelujah, hallelujah. Amen, hallelujah, amen, abakala dirava hasya. Ori halava dirava hasya nalava namaskar hasya. Amen, hallelujah. പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രികാലവും നമുക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ഭോജനം കർത്താവ് നൽകി. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വളരെ ആഴത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ആലോചനകൾ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകി തന്നു. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യവാക്കുകളെ സംസാരിക്കുന്നു. നഫ്താലി സ്വതന്ത്രയായി തീരുവാൻ തക്കതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതെല്ലാം ബന്ധനങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നു. പാപത്തിന്റെ അടിമത്തത്തിലോ മരണഭയത്തിന്റെ അടിമത്തത്തിലോ ദൈവമല്ലാത്തതിന്, സ്വഭാവത്താൽ ദൈവമല്ലാത്തതിന് അടിമയായിട്ടോ, അല്പബുദ്ധിക്ക് അടിമയായിട്ടോ, നിത്യനാശത്തിന് അടിമയായിട്ടോ ആര് വന്നിട്ടുണ്ടെങ്കിലും ഇന്നവർ സ്വതന്ത്രയായി, ആ സ്വതന്ത്രയായി നടക്കുന്ന പേടമാനെ പോലെ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. വിടുതലിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഈ പന്തലിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാപത്തിന് നാം അടിമയല്ല, ഇനി നാം മരണഭയത്തിന് അടിമയല്ല, ഇനി നാം സ്വഭാവത്താൽ ദൈവമല്ലാത്തതിനൊന്നും അടിമയല്ല. നിത്യ ദൈവത്തിന് എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിന് നാം മക്കളാണ്. നാം ആ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാ കെട്ടുപാടുകളും പൊട്ടിപ്പോകുവാനിടയാകും. ഈ സമയം തന്നെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാം ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്, എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്. ആ ദൈവത്തെയാണ് നാം ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ അത് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാം ഒരു വിഷയത്തിനും
അടിമയായിരിക്കേണ്ട പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതേ ഈ നഫ്താലി സ്വതന്ത്രയായി നടക്കുന്നതിനുള്ളതായ ബലം, ശക്തി, അത് ഓരോ നാളും പ്രാപിച്ച് മുമ്പോട്ട് ബലത്തോടെ പോവുകയാണ്. ഈ ബലത്തോടത് കുന്നുകൾ ചാടിയോടി മുമ്പോട്ട് പോകും. മാത്രമല്ല കർത്താവിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറയട്ടെ. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിനെ അധികമായി സ്നേഹിപ്പാനിടയാകട്ടെ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നാം ഒന്നായി തീരുവാനിടയാകട്ടെ. ആ ബന്ധത്തിൽ നിന്ന് ഒന്നിനും എന്നെ മാറ്റുവാൻ കഴിയുകയില്ല എന്ന് തീരുമാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതേ നമ്മുടെ വിശുദ്ധിയും വേർപാടുമാണ് ആ സൗന്ദര്യമായി, ആ മനോഹരമായി അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത്. താഴ്മയും വിശുദ്ധിയും വേർപാടും നമ്മെ, ജീവിത വിശുദ്ധിയും നമ്മെ കർത്താവിന് സൗന്ദര്യമുള്ളവരാക്കി തീർക്കുകയാണ്. സഭ ഒരുക്കപ്പെടേണ്ട സമയം ഇത് തന്നെയാണ്. നമുക്ക് വിശാലമായി തിരുവചനങ്ങളിലേക്ക് ഇറങ്ങാം, ആഴത്തിലേക്ക് ഇറങ്ങാം. നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ച് ആ പരിജ്ഞാനത്തിൽ നമുക്ക് വളരുവാനിടയാക്കി തീരട്ടെ. നാം വളർച്ച പ്രാപിച്ച് തികഞ്ഞവർ ആൺകുട്ടിയായി എടുക്കപ്പെടുവാൻ തക്കതുപോലെ ഈ വചനങ്ങൾ നമുക്ക് ആദായമായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളത്തോട് ദൈവം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. ഏതെല്ലാം വിധത്തില് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ, ആ ആത്മീയ സൗന്ദര്യം വെളിപ്പെടുത്തുവാൻ കഴിയാതെ തടസ്സപ്പെട്ടിരിക്കുന്നു, ബന്ധനങ്ങളിലിരിക്കുന്നു, ഇന്ന് രാത്രിയിൽ വിടുതൽ നൽകുകയാണ്. നമ്മെ അനുഗ്രഹിച്ച് ഉണർത്തി ദൈവീക സൗന്ദര്യമുള്ളവരായി, തികവുള്ളവരായി തന്റെ മുമ്പിൽ നിർത്തുവാൻ നമ്മുടെ പ്രാണപ്രിയനായ യേശു താമസം വിനാ വെളിപ്പെടാൻ പോകുകയാണ്. ആകയാൽ ആ സൗന്ദര്യത്തോട് നമ്മെ കാണുവാനിടയാകട്ടെ. ആ വളർച്ചയോടെ, തികവോട് നമ്മെ ചേർക്കുവാനിടയാകട്ടെ. നമ്മുടെ പ്രത്യാശ അത് തന്നെയായിരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം അത് തന്നെയായിരിക്കട്ടെ. അതിനായി വിടുതൽ പ്രാപിക്കാം. ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് അതേ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് സമ്പൂർണമായ ഒരു വിടുതൽ പ്രാപിച്ച് സ്വതന്ത്രയായി നടക്കുന്ന ആ പേടമാനെ പോലെ കർത്താവിനായി നമ്മെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. കർത്താവ് നമ്മെ വിടുവിക്കുവാൻ പോകുന്നു. കർത്താവ് നമ്മെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. കർത്താവ് നമ്മെ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. നമുക്ക് ആത്മീയ വളർച്ച തന്ന് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സമർപ്പിക്കാം, എല്ലാവരും സമർപ്പിച്ചാട്ടെ. കർത്താവ് വേഗം വരുന്നു. ഈ കേട്ട വചനപ്രകാരം ഒരുക്കപ്പെട്ട തന്റെ മക്കളെ ചേർക്കുവാൻ യേശു വേഗം വരുന്നു. കാത്തിരിക്കുന്നവരെ ആ സൗന്ദര്യ സമ്പൂർണതയോട് ചേർക്കുവാൻ കർത്താവ് വേഗം വരികയാണ്. ആത്മീയ വളർച്ച പ്രാപിച്ചവരെ, വചനപ്രകാരം പൂർണ്ണപ്പെട്ടവരെ, പരിശുദ്ധാത്മ നിറവിൽ നിൽക്കുന്നവരെ ചേർക്കുവാൻ യേശു വേഗം വരുന്നു. എല്ലാ അടിമത്തവും, എല്ലാ നുകവും പുഷ്ടി നിമിത്തം, അഭിഷേകം നിമിത്തം തകർന്നു പോകുവാനിടയാകും. അല്പസമയം ഇപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് അടിമത്തങ്ങളെല്ലാം പൊട്ടിക്കുവാൻ പോകുകയാണ്. എല്ലാ കയറുകളും പൊട്ടിച്ചെറിയുവാൻ പോകുകയാണ്. ഓ, സ്വതന്ത്രയായി പോകുക, വിടുതൽ പ്രാപിച്ചു പോകുക. ആത്മാവിൽ വിടുതൽ പ്രാപിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉല്ലാസത്തോടും ജയത്തോടും മടങ്ങിപ്പോകുവാനിടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ. സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ. സാത്താനും സൈന്യവും ഓടിടട്ടെ. സ്തുതിയും ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ. അത്ഭുതങ്ങൾ ചെയ്തിടട്ടെ. സ്തുതിയും ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ. അത്ഭുതങ്ങൾ സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ. സ്തോത്രം സ്തുതികളിൽ
പകരട്ടെ അത്ഭുതങ്ങൾ അവൻ ചെയ്തിരട്ടെ സ്തുതിയും ഘോഷത്താൽ കൊണ്ടവൻ 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 പകരട്ടെ അത്ഭുതങ്ങൾ അവൻ ചെയ്തിരട്ടെ വിടുതൽ 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 സൗഖ്യം 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവജനമേ, ഈ നല്ല സമയം നാം പ്രയോജനപ്പെടുത്തണം. കർത്താവ് നമുക്കായിട്ട് ഒരു സമയവും കൂടെ നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാക്കിയിരിക്കുകയാണ്. സ്വതന്ത്രമായി ദൈവത്തെ ആരാധിപ്പാൻ, അത് പൂർണ്ണമായി വിടുവിക്കപ്പെട്ട് ആത്മാവിൽ സന്തോഷിക്കുവാൻ തടസ്സങ്ങളെല്ലാം മാറ്റിയിരിക്കുകയാണ്. കർത്താവ് നമുക്ക് ശാന്തമായ അന്തരീക്ഷം നൽകിയിരിക്കുകയാണ്. പ്രകൃതിയും അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. ഇന്ന് അനേകർ ഇവിടെ വിടുവിക്കപ്പെടണം. ഇന്ന് അനേകർ ഇവിടെ സൗഖ്യം പ്രാപിക്കണം. ഇന്ന് അനേകർ ഇവിടെ ഉണർത്തപ്പെടണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കൺവെൻഷൻ നമുക്ക് പ്രയോജനകരമായി തീരണം. നാം കൂടി വന്നു പോയാൽ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ. അതെ, കേട്ട വചനത്തിന്റെ മേൽ മഞ്ഞും മഴയും പെയ്യുവാനിടയാകട്ടെ. ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഈ പന്തലിൽ കൂടി നിൽക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകുവാനിടയാകട്ടെ. കർത്താവ് നമ്മെ തന്റെ ശക്തിയാൽ നിറച്ച് പൂർണ്ണമായി സ്വതന്ത്രരായി ഉല്ലാസത്തോടെ പ്രത്യാശയോടെ അയക്കുവാൻ പോവുകയാണ്. ആത്മീയ വളർച്ച തന്ന് നമ്മെ ഒരുക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, അതേ ഈ അന്ത്യകാലത്ത് അനേകരെ കർത്താവ് ഉണർത്തുവാൻ പോവുകയാണ്. അനേകരുടെ ജീവിതത്തെ പുതുക്കുവാൻ പോവുകയാണ്. അനേകരുടെ മരണഭയത്തെ നീക്കുവാൻ പോവുകയാണ്. അനേകരുടെ പോരാട്ടത്തെ കർത്താവ് ശാസിച്ച് വിടുതൽ നൽകുവാൻ പോവുകയാണ്. കർത്താവ് ജയിച്ചവനായി നമ്മുടെ മധ്യേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, സാത്താൻ തോറ്റവനാണ്. അവൻ തള്ളപ്പെട്ടവനാണ്. അവൻ എപ്പോഴും തള്ളപ്പെട്ടവനാണ്. അവൻ എന്നേക്കുമായി തള്ളപ്പെടാൻ പോവുകയാണ്. എന്നാലോ തന്റെ മക്കൾ ജയം പ്രാപിച്ച് കർത്താവിനോട് കൂടെ വാഴും. ഹല്ലേലൂയ. ആ പ്രത്യാശയാലും ആ ജയത്താലും നാം അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിന് മഹത്വം. ഒരു നിമിഷം സമർപ്പിച്ചാട്ട് പരിശുദ്ധാത്മാവ് പന്തലിൽ അതേ വ്യാപരിക്കട്ടെ. ആത്മാക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. അഭിഷേകത്താൽ, പുഷ്ടിയാൽ, യഥാർത്ഥ അഭിഷേകത്താൽ ബന്ധനങ്ങളെല്ലാം നീക്കപ്പെടട്ടെ. ആത്മീയ വളർച്ച പ്രാപിക്കട്ടെ. ഹൃദയവിശാലത ഉണ്ടാകട്ടെ. ദൈവത്തെ അധികം സ്നേഹിക്കാം. കർത്താവിനോടുള്ള സ്നേഹത്താൽ നമുക്ക് ഇന്ന് രാത്രിയിൽ അല്പസമയം അതേ ഹൃദയം നിറയപ്പെട്ട് സ്നേഹത്താൽ നിറയപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ട് മടങ്ങിപ്പോകാം. സ്നേഹക്കുറവെല്ലാം മാറട്ടെ. യേശുവിനെ ജീവനേക്കാൾ ഉപരിയായി, പ്രാണനേക്കാൾ ഉപരിയായി നമുക്ക് സ്നേഹിക്കാം. അവൻ നമ്മുടെ പ്രാണപ്രിയനാണ്. അവൻ നമ്മെ വിടുവിച്ചവനാണ്. നമ്മുടെ അരിഷ്ടാവസ്ഥയെ മാറ്റിയവനാണ്. നമുക്കായിട്ട് സ്വന്തം ജീവൻ നൽകിയ കർത്താവ്, നമുക്കായിട്ടെല്ലാം നിർവഹിച്ചവനായ കർത്താവ്, നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, നമ്മെ തേജസ്സിനാൽ നിറയ്ക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി സകലവും നിർവഹിച്ച കർത്താവിനെ അധികം സ്നേഹിക്കാം. എല്ലാ ഉള്ളങ്ങളും കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറയപ്പെടട്ടെ. ഹൃദയം ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഹൃദയം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശ്വരീ പ്രണനാദനെ തവ സ്നേഹമെന്താശ്ചര്യമേകപരാ. സ്നേഹിക്കും ഞാൻ, ദിനം സ്നേഹിക്കും ഞാൻ, ജീവൻ തന്ന യേശുവേ. സ്നേഹിക്കും ഞാൻ, ദിനം സ്നേഹിക്കും ഞാൻ,
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതേ ഒരു നിമിഷം കർത്താവിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറഞ്ഞാൽ ഇപ്പോൾ നാം ആയിരിക്കുന്ന എല്ലാ കഷ്ടതകളും വേദനകളും മറന്നു പോകുവാനിടയാകും. അത് പിന്നെ ഓർക്കുവാനേ ഇടയാകുകയില്ല. കർത്താവിനോടുള്ള സ്നേഹത്താൽ ഇതെല്ലാം മറന്ന് അതേ ആ സ്നേഹത്താൽ നിറയപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് മുമ്പോട്ട് പോകുവാനിടയായിത്തീരും. കർത്താവിനോടുള്ള സ്നേഹത്താൽ നാം ബന്ധിക്കപ്പെട്ടാൽ അന്ത്യം വരെയും കാക്കപ്പെടും, അവസാനം വരെയും സൂക്ഷിക്കപ്പെടും. ആ സ്നേഹത്തിൽ നാം സൂക്ഷിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ ആ പുത്രന്റെ രാജ്യത്തിലും നിത്യതയിലും നാം ചെന്നെത്തുവാനിടയാകും. ഉള്ളം സ്നേഹത്താൽ കർത്താവിനോടുള്ള അതിരറ്റ സ്നേഹത്താൽ നിറയപ്പെടട്ടെ. എന്റെ പ്രിയൻ, എന്റെ പ്രാണപ്രിയൻ എനിക്കായി ജീവിക്കുന്നു. അവൻ എനിക്കായി സകലവും നിർവഹിച്ചിരിക്കുന്നു. അവൻ എന്നെ നിത്യമായി സ്നേഹിക്കുന്നു, എന്നേക്കുമായി സ്നേഹിച്ചിരിക്കുന്നു. മാതാപിതാക്കളെക്കാൾ ഉപരിയായിട്ട്, അതേ മറ്റ് സകല മനുഷ്യരിലേക്കാൾ ഉപരിയായിട്ട് എന്റെ കർത്താവ് എന്നെ അധികമായി സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹം നിത്യസ്നേഹമാണ്, എന്നേക്കുമുള്ള സ്നേഹമാണ്, നിത്യതയോളമുള്ള സ്നേഹമാണ്. ഓ വലാദില ബക്കലാസുരന്തരയുടെ ഭാഷ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. മനസ്സിലാക്കി പോകുക, കർത്താവ് അധികമായി നിന്നെ സ്നേഹിക്കുന്നു. സകല മനുഷ്യരിലും അധികമായിട്ട് അതേ യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്നേക്കുമുള്ള സ്നേഹമാണ്, നിത്യതയോളമുള്ള സ്നേഹമാണ്. ആ കർത്താവിനെ നമുക്കും സ്നേഹിച്ച് ആ സ്നേഹബന്ധത്തില് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് തന്റെ ജനത്തെ ചേർക്കുവാൻ വേഗം വരും. ഒരുക്കപ്പെട്ട് കാത്തിരിക്കാം. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ രാത്രി യോഗത്തിനായി നമ്മുടെ കർത്താവ് അനേക പ്രിയ ദൈവജനത്തിന്റെ പ്രാർത്ഥന കേട്ട് പ്രകൃതിയെ അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കടന്നു വന്ന തന്റെ ജനത്തെ ഇവിടെ കൂടപ്പെട്ട എല്ലാവരോടും കർത്താവ് ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ആലോചനകൾ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് പുതുക്കി ഉണർത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം നമ്മുടെ കർത്താവിന് അനുരൂപമായ ആ മണവാട്ടിയായി ഒരുക്കപ്പെട്ട് കർത്താവിനെ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ എതിരേൽക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തുടർന്നുള്ള യോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാപുത്ര പരിശുദ്ധാത്മാവിനായി സ്തോത്രം പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് അങ്ങയുടെ വരവിന് മുൻപായി ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപേ ഇങ്ങനെ ഒരു കൺവെൻഷനെ ദാനമായി നൽകി തന്ന നിന്റെ ദയക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസം നടന്നതായ കൂടിവരവുകളെല്ലാം കർത്താവ് തന്നെ നടത്തി അനുഗ്രഹകരമാക്കി തീർത്തു. ഇന്ന് ഈ സായാഹ്ന വേളയിലും ദേശത്തിന്റെ നാനാഭാഗങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഏവർക്കും അങ്ങയുടെ പാദത്തെ വേഗമായി കൂടി വരുവാനും വന്ന സമയം മുതൽ പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും പക്ഷവാദം ചെയ്യുവാനും പ്രത്യാശയുടെ ഗീതങ്ങൾ പാടി ആത്മാവിൽ അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കി തീർത്താൻ നിന്റെ ദയക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചതിനാൽ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവെ, തുടർന്നും തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ എന്നുള്ള വചനത്തോട് ചേർന്ന് ഈ 2 ദിവസങ്ങളിലായി ഈ ദേശത്തോട് കർത്താവെ സുവിശേഷത്തിൽ മറിഞ്ഞിരുന്നതായ രഹസ്യങ്ങളെ വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്താൻ നിന്റെ ദയക്കായി സ്തോത്രം. സ്വതന്ത്രമായി നടക്കുവാൻ കഴിയാത്ത നിലയിൽ അതേ അടിമപ്പെടുത്തുന്ന ഏതെല്ലാം വിധത്തിലുള്ളതായ സ്വഭാവ അനുഭവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെയും പൂർണ്ണമായിട്ടും ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് മനുഷ്യവർഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്ത കർത്താവിന്റെ കൽപ്പനകളെ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ച്
അങ്ങേക്ക് പ്രസാദമാകത്തക്കവണ്ണം ദിനം തോറും മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കുമാറാകണമെന്നായി പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെട്ടവരായി, മരണഭയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെട്ടവരായി, സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമകളായിരിക്കുന്നതായ അനുഭവത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുവിച്ച് പൂർണ്ണശക്തിയോടുകൂടെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ച് ജയത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കണമേ. ഈ ലോകത്തിന്റേതായ ആദ്യ പാഠങ്ങൾക്ക് അജ്ഞരായി തീരാതെ വണ്ണം, ഉപദേശത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് അനുസരണമായ അനുഭവത്തിൽ മുൻപോട്ട് പോകാതെ ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിച്ചവരായി നിത്യനാശത്തിൽ നിന്നുള്ളതായ പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിച്ച് ജയത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്നായി പ്രാർത്ഥിക്കുന്നു. ആ പേടമാനെ പോലെ കർത്താവേ സ്തോത്രം, കർത്താവിനെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ പൂർണ്ണമായിട്ടുമുള്ള കർത്താവെ പ്രതിഷ്ഠയുള്ളവരായി, സൗന്ദര്യമുള്ളവരായി, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ വിശുദ്ധ നഗരമായിരിക്കുന്നതായ പുതിയ യെരുശലേമിനെ കണ്ടുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാണ്ടൊക്കെ വേണം ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാവർക്കും ദൈവം തന്നെ ഇടയാക്കി തീർക്കേണ്ടതായി, വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കേണ്ടതിന് ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങി കാത്തിരിക്കുവാൻ ഈ വൈകിസമയത്തും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതിനാൽ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ ആലോചനയുടെ മുൻപാകെ തങ്ങളെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിച്ച് ദൈവിക ആലോചനയെ അനുസരിച്ച് ജീവിച്ച് നിന്റെ വരവിനെ ബന്ധപ്പെടുത്തി ഒരുങ്ങുവാൻ ഏവർക്കും ഇടയാക്കി തീർക്കുമാറാകണമേ. ഇന്ന് വൈകിസമയത്ത് നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ മടക്കയാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും, കർത്താവിന്റെ സൂക്ഷിപ്പുണ്ടായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ട കൂടിവരവുകളെയും കർത്താവ് തന്നെ നടത്തി അനുഗ്രഹകരമാക്കി തീർക്കും. എല്ലാ ദിവ്യ നന്മകളാലും നിറയ്ക്കും, മഹത്വമുള്ള വരവിനായിട്ട് ഒരുക്കും. ശരീരാത്മദേഹികളെ സമ്പൂർണ്ണമായി വീണ്ടും ചുരുക്കരുതൽ സമർപ്പിച്ചേൽപ്പിക്കുന്ന കൂടെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.